ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഇന്നത്തെ ഇംഗ്ലീഷ് ലൈവിലേക്ക് സ്വാഗതം മക്കളെ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. മക്കളെ, നിങ്ങളെല്ലാവരും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങളുടെ ആ ഒരു എനർജിയും പവറൊക്കെ എന്ത് ചെയ്യുക? 10ാം ക്ലാസ്സുകാരുടെ എക്സാം വിന്നർ 10ാം ക്ലാസ് ഫാമിലിയുടെ ആ എനർജിയും പവറും ഒക്കെ എന്ത് ചെയ്യുക? ആ ലൈവ് ചാറ്റിൽ അങ്ങോട്ട് കാണിക്കുക. അത് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്ത് വേണേൽ ഉപയോഗിക്കാം. ഇമോജി ഉപയോഗിക്കാം, മെസ്സേജ് ഉപയോഗിക്കാം, എന്താണെങ്കിലും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും, എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ടയേർഡായിട്ടൊക്കെയാണ് വരുന്നത്. എങ്കിലും ഈ ഒരു സമയം, നമുക്ക് കുറച്ച് സമയം, 1 മണിക്കൂർ സമയം നിങ്ങൾക്ക് നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു മക്കളെ? നമ്മൾ അടിപൊളിയായിട്ട് ഫുൾ എനർജറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ചാപ്റ്റർ, ഇന്നത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. ഞാൻ ഉണ്ടാക്കിയതല്ല, ബോബി ചേട്ടൻ ഉണ്ടാക്കിയതല്ല, നമ്മുടെ AJ ക്രോണിൻ എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക, സാർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിയ കഥയാണോ? എന്നാൽ അങ്ങനെയല്ല, വേറൊരു ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഓവർ എക്സൈറ്റഡ് ആവണ്ട. കുറേ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കാം എന്നുള്ള കാര്യം നിങ്ങൾ വിചാരിക്കേണ്ട. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് എപ്പോഴും സംസാരിക്കാം. ആക്ച്വലി നിങ്ങൾ വലുതായി കഴിഞ്ഞുള്ള ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട് തൽക്കാലം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പൈസേനെ പറ്റി പഠിക്കുന്നതുകൊണ്ടല്ല, കാരണം വേറെ പൈസേനെ പറ്റി പഠിക്കാനില്ല ഈ ചാപ്റ്ററിൽ. അതുകൊണ്ടൊന്നുമല്ല. ഈ ചാപ്റ്ററിന് നരേറ്റീവ് വരും, ഈ ചാപ്റ്ററിന് ഡയറി എൻട്രി വരും, ഈ ചാപ്റ്ററിന് കോൺവെർസേഷൻ വരും, ഈ ചാപ്റ്ററിന് റൈറ്റപ്പ് വരും. അങ്ങനെ പല കാര്യങ്ങളും വരുന്ന പബ്ലിക് പരീക്ഷയിലും ക്രിസ്മസ് പരീക്ഷയിലും ഒക്കെ പല കാര്യങ്ങളും ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ നരേറ്റീവിൽ 8 മാർക്ക്, റൈറ്റപ്പിൽ 8 മാർക്ക്, ഡയറി എൻട്രിയിൽ 6 മാർക്കൊക്കെ ഗോവിന്ദ. ഓക്കെ, അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പലർക്കും അറിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ പറ, നിങ്ങൾക്ക് ഈ കാര്യം നേരത്തെ അറിയുമായിരുന്നോ എന്ന്. അതായത് മക്കളെ, നിങ്ങൾക്ക് ഡിസ്കോഴ്സസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. എന്താണ് ഡിസ്കോഴ്സസ്? ഈ ലെറ്റർ റൈറ്റിംഗ് അല്ലേ, കാണുന്നുണ്ടോ? ലെറ്റർ റൈറ്റിംഗ്, ഡയറി എൻട്രി, റൈറ്റപ്പ്, സ്പീച്ച്, ന്യൂസ് റിപ്പോർട്ട്, അങ്ങനെ കുറേ സംഭവം ഉണ്ടല്ലോ. അതായത് റൈറ്റിംഗ് സെക്ഷൻ. ആ റൈറ്റിംഗ് സെക്ഷനിലെ എല്ലാ പരിപാടികളും, ന്യൂസ് റിപ്പോർട്ട് ആയിക്കോട്ടെ, നമ്മുടെ റൈറ്റപ്പ് ആയിക്കോട്ടെ, നരേറ്റീവ് ആയിക്കോട്ടെ, ലെറ്റർ റൈറ്റിംഗ്, ഡയറി എൻട്രി ആയിക്കോട്ടെ, ഈ ഡിസ്കോഴ്സസ് കംപ്ലീറ്റ് സംഭവവും ചാപ്റ്റേഴ്സ് ബേസ്ഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുമോ? അതായത് നിങ്ങളോട് വെറുതെ എന്താണ് ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയിട്ട് ഒരു സ്പീച്ച് എഴുത്, അല്ലെങ്കിൽ റൈറ്റപ്പ് എഴുത്, അല്ലെങ്കിൽ കേരള ഫ്ലഡ്സിനെ പറ്റിയിട്ടൊരു റൈറ്റപ്പ് എഴുത് എന്നുള്ള ആരും വെറുതെ പറയുമോ? അതായത് ഒരു ടോപ്പിക്കിൻ്റെ എസ്സേ എഴുതാനോ സ്പീച്ച് എഴുതാനോ അങ്ങനെ പറയുമോ? ഒരിക്കലും പറയില്ല. എപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന ഈ ഡിസ്കോഴ്സസ് നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചോദിക്കുക. ഇപ്പൊ റൈറ്റപ്പ് ചോദിക്കുക എന്താണെന്നറിയോ? ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന ടോപ്പിക്കിന്റെ ഒരു റൈറ്റപ്പ് എഴുതാനാണ് പറയുക. അപ്പൊ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഡിസ്കോഴ്സിൽ മാർക്ക് കിട്ടുമോ? ഡിസ്കോഴ്സിൽ മാർക്ക് കിട്ടില്ല. വെറുതെ ലെറ്റർ റൈറ്റിംഗിന്റെയും ഡയറി എൻട്രീന്റെയും ഫോർമാറ്റ് മാത്രം പഠിച്ചു വെച്ചാൽ ഡിസ്കോഴ്സിന് മാർക്ക് കിട്ടുമോ? ഇല്ല. നിങ്ങൾ ചാപ്റ്റേഴ്സ് പഠിക്കണം. കാരണം ചാപ്റ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യാൻ മക്കളെ ഈ ഡിസ്കോഴ്സസ് ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ചാപ്റ്റേഴ്സ് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. സോ സംഭവം മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി നേരത്തെ അറിഞ്ഞവർ അല്ല, ഓൾറെഡി അറിയുന്നവർ എന്ത് ചെയ്യുക? യെസ് സാർ എന്ന് പറയാം. ഇതിന് മുൻപ് ഇത് അറിയില്ലായിരുന്നു സാർ, ഇപ്പോഴാണ് ഇത് മനസ്സിലായെങ്കിൽ ഇപ്പം മനസ്സിലായി എന്ന് പറയുക. ഇതിന് മുൻപ് അറിയാത്തവർ ഇപ്പോഴാണ് മനസ്സിലായെങ്കിൽ ഇപ്പം മനസ്സിലായി എന്ന് പറയുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും എന്ത് ചെയ്യും, ഈ ഡിസ്കോഴ്സിന്റെ നോട്ടീസിന്റെയും ലെറ്റർ റൈറ്റിംഗിന്റെയും റൈറ്റപ്പിന്റെയും ഫോർമാറ്റ് മാത്രം പഠിച്ചു. എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതിന്റെ കണ്ടന്റ് എവിടുന്നാണ് വരിക? ചാപ്റ്റർ എന്നാണ് വരിക. അപ്പോൾ ചാപ്റ്റർ അറിയാണ്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, വെറുതെ ഡിസ്കോഴ്സ് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. മാത്രമല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ പരീക്ഷയിലെ ഓൾമോസ്റ്റ് 60 to 70% ചോദ്യങ്ങൾ വരാൻ പോകുന്നത്, മാർക്ക് വരാൻ പോകുന്നത് ഇംഗ്ലീഷ് പരീക്ഷയിലെ ഡിസ്കോഴ്സ് എന്നാണ്. ബാക്കിയുള്ളൂ ഈ ഗ്രാമറൊന്നും ഈ പോയം എന്നൊക്കെ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് ആണ് നമ്മുടെ ചാപ്റ്റർ. അയ്യോ സോറി ഇതല്ല സ്ലൈഡ്, ഇതാണ് സ്ലൈഡ്. ഓക്കെ, നമ്മുടെ സ്ലൈഡ് ഏതാണ് മക്കളെ? ഇതാണ് സ്ലൈഡ്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. ഈ ഒരു സ്റ്റോറിന്റെ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തൊരു സാധനം വായിക്കാം. റീഡ് ദ സ്റ്റോറി ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് ബൈ. ആരാണ് ഈ ഒരു കഥ പറയുന്നത്? ആരാണ് ഇതിന്റെ നരേറ്റർ? AJ ക്രോണിൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ ദി ഓതേഴ്സ് ആക്ട് ഓഫ് കൈൻഡ്നെസ് ട്രാൻസ്ഫോംഡ് എ മാൻസ് ലൈഫ്. അതായത് ഈ AJ ക്രോണിന്റെ എന്തോ കൈൻഡ്നെസ്, ഓക്കെ, എന്തോ ഒരു കാരുണ്യ പ്രവൃത്തി ഏതോ ആളുടെ ലൈഫ് ട്രാൻസ്ഫോം ഒക്കെ ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ ട്രാൻസ്ഫോം ചെയ്ത കഥ കൊണ്ട് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യണം?
ആ ലൈവ് വ്യൂവേഴ്സിൻ്റെ കൗണ്ട് ഒന്ന് 2000 ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ലൈവിൻ്റെ ലിങ്ക് മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്യാത്തവർ കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം. വെറുതെ പോളിൽ സാർ എപ്പോഴോ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്നാൽ പോളൊക്കെ ചോദിച്ചല്ലേ അങ്ങോട്ട് കിടക്കട്ടെ എന്ന് പറഞ്ഞവരുണ്ട്. ഓക്കെ, വെറുതെ ഇപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെയ്യാത്തവരും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ കള്ളത്തരൊക്കെ പറയാണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ടിരിക്കുക. 2000 ലൈവ് വ്യൂവേഴ്സ് അവിടെ തട്ടുമ്പോൾ നമ്മൾ ക്ലാസ് കൊടുക്കുന്നതായിരിക്കും. അതേസമയം ലൈവിൻ്റെ ലൈക്കിൻ്റെ കൗണ്ടും 1000 ക്രോസ് ചെയ്തിരിക്കണം. ഓക്കെ, ആ നിമിഷം നമ്മൾ എന്ത് ചെയ്യും മക്കളെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വേഗം 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 വേഗം. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് പഠിക്കണ്ടേ? ഒറ്റ ലൈവ് കൊണ്ട് നമ്മൾ ഫുൾ ചാപ്റ്റർ കംപ്ലീറ്റ് ഡീറ്റെയിലിൽ പഠിക്കും കേട്ടോ. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിപ്പിച്ച് തരും. ഓക്കെ, റെഡി? ഓൾസോ ഈ ഒരു ചാപ്റ്റർ സ്കൂളിൽ എടുത്തോ ഇല്ലയോ എന്ന് പറയാം. സ്കൂളിൽ എടുത്തവർ യെസ് സർ എന്ന് പറയാം, ഇല്ലാത്തവർ നോ സർ എന്ന് പറയാം. ഓൾസോ സ്കൂളിൽ എടുത്തിട്ട് മനസ്സിലാവാതെ വന്നെങ്കിൽ അല്ലേ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നിട്ടായിരിക്കും ടീച്ചർ നന്നായി പഠിപ്പിക്കുന്നുണ്ടാവും. എന്താണ് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ അല്ല മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിൽ കേട്ടില്ലെങ്കിൽ ഒരു തംസ് ഡൗൺ ഇടുക. അപ്പോൾ മിക്ക കുട്ടികളുടെയും സ്കൂളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഈ ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. പക്ഷെ മനസ്സിലായിട്ടില്ലാത്തവർ ഒന്നും ഇങ്ങനെ ഇടുക. അല്ലെങ്കിൽ കേൾക്കാത്തവർ ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ട്, അങ്ങനെയും കേൾക്കാതിരിക്കാമല്ലോ. ഓക്കെ, അങ്ങനെ ഇടുക. ഓക്കെ ഓക്കെ. അപ്പോൾ കുറേ പേർക്ക് മനസ്സിലായിട്ടില്ല, അടിപൊളി. അല്ലെങ്കിൽ കുറേ പേര് കേട്ടിട്ടില്ല. ഓക്കെ മക്കളെ, അപ്പോൾ 2000 ലൈവ് വ്യൂവേഴ്സ് ഇതുവരെ നിങ്ങൾ ആക്കിയില്ല, ഒന്ന് ആക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. വിതൗട്ട് വെയിറ്റിംഗ് വേസ്റ്റിംഗ് our time, let's start our chapter. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. On the second day out from New York, while making the round of promenade deck, I suddenly became aware that one of the passengers was watching me closely, following me with his gaze every time I passed. എന്തേ പറയുന്നത് നോക്കാം. On the second day out from New York, അതായത് ന്യൂയോർക്കിൽ നിന്ന്, ന്യൂയോർക്ക് എവിടെയാണ് മക്കളെ? ന്യൂയോർക്ക് എവിടെയാണ്? അങ്ങ് അമേരിക്കയിൽ. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുമായിരുന്നു, എവിടെയോ സ്ഥലത്തേക്ക് തിരിച്ചു പോകുമായിരുന്നു. ആ തിരിച്ചു പോകുന്നത് എന്തിലാണ്? ഷിപ്പിലാണ് തിരിച്ചു പോകുന്നത്, എയ്റോപ്ലെയിനിലല്ല. ഓക്കെ, റോഡിലല്ല, ഷിപ്പിലാണ് തിരിച്ചു പോകുന്നത്. ആ ഷിപ്പ് ജേണിയിൽ, അതായത് ന്യൂയോർക്കിൽ നിന്നുള്ള ഷിപ്പ് ജേണിയിൽ 2 days കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഡേ ആണ്, രണ്ടാമത്തെ ദിവസമാണ്. ആ രണ്ടാമത്തെ ദിവസം എന്താ സംഭവിച്ചതെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഓൺ ദ സെക്കൻഡ് ഡേ ഔട്ട് ഫ്രം ന്യൂയോർക്ക്, അപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെട്ട് രണ്ടാമത്തെ ദിവസം, വൈൽ മേക്കിംഗ് ദ റൗണ്ട് ഓഫ് പ്രൊമനാഡ് ഡെക്ക്. എന്താണ് മക്കളെ പ്രൊമനാഡ് എന്ന് പറഞ്ഞാൽ? പ്രൊമനാഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. അതായത് ജനറലി നമ്മുടെ സീസൈഡ്, ഓക്കെ, സീസൈഡൊക്കെ ഫോറിൻ കൺട്രീസിലൊക്കെ ഇങ്ങനെ നടക്കാനുള്ള സ്ഥലം ഉണ്ടാവും, അല്ലെങ്കിൽ പാർക്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നടക്കാനുള്ള സ്ഥലം നിങ്ങൾ കണ്ടില്ലേ? ഇതിനാണ് നമ്മൾ പ്രൊമനാഡ് എന്ന് വിളിക്കുക. നമ്മുടെ കേരളത്തിലൊക്കെ പ്രൊമനാഡ് നമുക്ക് വളരെ കുറവാണ്, എങ്കിലും നമ്മുടെ ബീച്ച് സൈഡൊക്കെ ആർക്കെങ്കിലും അറിയെങ്കിൽ കുറച്ച് നടക്കാനുള്ള സ്ഥലമുണ്ട്, അതിനാണ് നമ്മൾ പ്രൊമനാഡ് എന്ന് വിളിക്കുക. എന്നാൽ ഷിപ്പിലെ പ്രൊമനാഡ്, ഇവിടെ പറയുന്ന പ്രൊമനാഡ് എന്നല്ല, പ്രൊമനാഡ് ഡെക്ക് എന്ന് പറയുന്നത്. എന്താണ് ഷിപ്പിലെ പ്രൊമനാഡ് ഡെക്ക് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, നമ്മുടെ അലങ്കാരത്തിലുണ്ട്. ഇംഗ്ലീഷ് ക്ലാസ്സിനുള്ള പവർ പോരാ മക്കളെ. ഞാനിപ്പം ഇൻവിസിബിൾ ആണ്, ഞാൻ പറഞ്ഞു തരാൻ വിചാരിച്ചാണ്. മക്കളെ ഷെയർ ചെയ്യാ. ഈ സംഭവത്തിലേ ഉള്ളൂ. നിങ്ങൾ ആരും ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കൂല അല്ലേ? ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ബാലഡ് ഓഫ് ഫാദർ, എന്ത് വേണം ആയിക്കോട്ടെ, ഇപ്പൊ പഠിക്കൂല. എന്നിട്ട് എക്സാമിന്റെ സമയത്ത് സാറേ മാത്സ് പഠിച്ചു, കെമിസ്ട്രി പഠിച്ചു, ഫിസിക്സ് പഠിച്ചു, പക്ഷെ ഇംഗ്ലീഷ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഈ ക്ലാസ് ഇപ്പൊ തന്നെ ലൈവ് അടിപൊളിയായി കേട്ടിരിക്കുക. അലക്സ് സാർ പറയുന്ന കാര്യങ്ങൾ. കാരണം ഇത്രേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിന്റെ കോൺവെർസേഷനും ലെറ്റർ റൈറ്റിംഗ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ആരുടെ അടുത്ത് പോവാ? എനിക്ക് ചാപ്റ്റർ അറിയാം, അപ്പൊ ഞാൻ അലക്സാർ എടുത്തു. അലക്സാറിനോട് പറയും ഈ കഥ പറഞ്ഞുതരാൻ. കാരണം ലെറ്റർ റൈറ്റിംഗിന്, കോൺവെർസേഷന്, എന്ത് ക്വസ്റ്റ്യൻ എന്ത് വരുമ്പോൾ ഈ ചാപ്റ്ററിലെ ആരാ? ജോൺ ഉണ്ട്, ഒരു ബോയ് ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്. എന്താ ഇൻവെസ്റ്റ്മെന്റ്? ബോബി ചെമ്മണ്ണൂർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെ റോൾസ് റോയ്സ് വായിക്കണം? അല്ല, ആ കഥയൊന്നും അറിയാണ്ട് നിങ്ങൾക്ക് ഒരു ആൻസറും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ നെഗറ്റീവ് ആയിക്കോട്ടെ, എന്ത് വേണമായിക്കോട്ടെ, ഈ ചാപ്റ്റർ അറിയണം. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ അറിയാൻ വേണ്ടിട്ട് ഈ ലൈവ് 1 മണിക്കൂർ എടുക്കുള്ളൂ. ഇത് കേൾക്കുക, ഫുൾ പഠിക്കുക, ഷെയർ ചെയ്യുക. ഇപ്പൊ തന്നെ ഇന്നത്തെ ഗോൾ 3K ആണ് മക്കളെ. എല്ലാവരും ഷെയർ ചെയ്യുക. അലക്സ് സാർ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷിനെക്കാളും നല്ലൊരു ഇംഗ്ലീഷ് ക്ലാസ് അലൻ സാറിന്റെ ഉള്ളൂ. സെൽഫ് പ്രൊമോഷൻ, മ്യൂച്വൽ പ്രൊമോഷൻ. അപ്പൊ മക്കളെ പ്രൊമനാഡ് ഡെക്ക് എന്ന് പറഞ്ഞാൽ ഇതല്ല, ഇത് പുറത്തുള്ള പ്രൊമനാഡ്. പ്രൊമനാഡ് ഡെക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിപ്പില് ഇങ്ങനെ നടക്കാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടാവും. ഓക്കെ, ആ നടക്കാൻ വേണ്ടി, അത് ആൾക്കാർക്ക് ഇങ്ങനെ നടക്കാൻ, പുറത്തേക്ക് എന്താ ഇങ്ങനെ നോക്കാം, ടൈറ്റാനിക് കളിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന ആ സ്ഥലത്തെയാണ്, നടക്കാനുള്ള സ്ഥലത്തെയാണ് പ്രൊമനാഡ് ഡെക്ക് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ പ്രൊമനാഡ് ഡെക്കിൽ ഇദ്ദേഹം റൗണ്ട്സ് എടുക്കുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. ആരാണ് ഈ നടക്കുന്നത്? AJ ക്രോണിനാണ്. ഇതൊക്കെ പറയുന്ന ആളാണ് AJ ക്രോണിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓതറാണ്. അപ്പോൾ ഓതർ ഇങ്ങനെ ഷിപ്പിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. I suddenly became aware that one of the passengers, പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഏതോ ഒരാൾ was watching me closely, ഏതോ ഒരുത്തൻ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ.
ഫോളോയിങ് മീ വിത്ത് ഹിസ് ഗേസ് എവറി ടൈം ഐ പാസ്റ്റ്. ഗേസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഇൻറ്റൻറ്റ് ലുക്ക്, അഥവാ സൂക്ഷ്മ നോട്ടം. ആരോ ഒരുത്തൻ ഇദ്ദേഹത്തിന് എ ജെ ക്രോണിനെ എന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവേ, ഇവൻ എന്തിനാ എന്നെ നോക്കുന്നത്? ആ ഒരു ഫീലിംഗിൽ ഇദ്ദേഹം എന്താണ് പ്രൊമനാഡ് ഡെക്കിലൂടെ നടക്കുമായിരുന്നു. ഐ വാണ്ടഡ് ടു റെസ്റ്റ് ടു അവോയ്ഡ് ദ ടീഡിയം ഓഫ് കാഷ്വൽ ആൻഡ് ഇമ്പോർച്ചുനേറ്റ് ഷിപ്പ് ബോർഡ് കോണ്ടാക്ട്സ്. എന്താണ് പറയുന്നത്? ഇദ്ദേഹത്തിന് റെസ്റ്റ് ചെയ്യണമായിരുന്നു, ഇദ്ദേഹത്തിന് ആരോടും സംസാരിക്കണ്ട. അപ്പം ആരെങ്കിലും നമ്മളെങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മളോട് വന്ന് സംസാരിക്കാൻ ഇങ്ങനെ മുട്ടി നിൽക്കുമ്പോഴാണല്ലോ അങ്ങനെ നോക്കുക. പക്ഷെ ഇദ്ദേഹത്തിന് മടുപ്പ്, വേണ്ട എനിക്ക് സംസാരിക്കുന്നു, വേണം എനിക്ക് റെസ്റ്റ് ചെയ്താൽ മതി. അയ്യോ, എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ, ഒരു കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടാകുമ്പോൾ ഇങ്ങനെ ഓരോ ആൾക്കാർ നിങ്ങളങ്ങനെ നോക്കും അല്ലേ, ആൻറ്റിമാരൊക്കെ ഇവർ നിങ്ങളങ്ങനെ നോക്കി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി നോക്കുമ്പോൾ അയ്യോ വേണ്ട ആൻറ്റി അവിടെ തന്നെ നിന്നോ എന്ന് ഫീൽ ചെയ്യില്ലേ, അതുപോലെയായിരുന്നു എ ജെ ക്രോണിന് ഫീൽ ചെയ്ത്. ഐ വാണ്ടഡ് ടു റെസ്റ്റ് ടു അവോയ്ഡ് ടീഡിയം ഓഫ് കാഷ്വൽ. എന്താന്ന് പറഞ്ഞാൽ ടീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ടീഡിയം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ബീങ് ബോറിങ്, മുഷിപ്പ്. ആ മുഷിച്ച് കോൺവെർസേഷൻ. കാഷ്വൽ ആൻഡ് ഇമ്പോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ പെർസിസ്റ്റന്റ് എസ്പെഷ്യലി ടു ദ പോയിന്റ് ഓഫ് അനോയൻസ്, ശല്യപ്പെടൽ. അതായത് ഈ മുഷിച്ച ശല്യപ്പെടുന്ന കോൺവെർസേഷനും കോണ്ടാക്ട്സും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. സമാധാനത്തോടെ റെസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഐ വാണ്ടഡ് ടു റെസ്റ്റ് ടു അവോയ്ഡ് ദ ടീഡിയം ഓഫ് കാഷ്വൽ ആൻഡ് ഇമ്പോർച്ചുനേറ്റ് ഷിപ്പ് ബോർഡ് കോണ്ടാക്ട്സ്. അങ്ങനെ ആരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കി വെറുതെ സംസാരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. ഐ ഗേവ് നോ സൈൻ ഓഫ് ഹാവിങ് നോട്ടീസ് ദ മാൻ. ഇതേ എന്ത് ചെയ്തു? ഹി ഗേവ് നോ സൈൻ ഓഫ് ഹാവിങ് നോട്ടീസ് മാൻ. അയാളെ അതായത് ആരോ നോക്കുന്നുണ്ടല്ലോ, ആ നോക്കുന്ന ആളെ ഇദ്ദേഹം കാണാത്ത പോലെ അങ്ങോട്ട് നടന്നു. കണ്ട പോലെ നടന്നില്ല. കണ്ട പോലെ നടന്നാലാണല്ലോ അയാൾ വരിക. അപ്പോൾ കാണാത്ത പോലെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? നടന്നു. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം പുറത്ത് മോളിൽ പോയി, അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ് ടീച്ചർ നിങ്ങളുടെ മുന്നിൽ കൂടെ നടന്നു പോകുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇയാളൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നടന്നു പോലെ. അതേപോലെ തന്നെ. ഓക്കെ, പക്ഷേ അലക്സാർ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല നിങ്ങൾ എന്താ ചെയ്യാൻ. കുറേ കുട്ടികളൊക്കെ വന്നിട്ട് ഹായ് ഒക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുക്കും, സെൽഫി ഒക്കെ എടുക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ പറയുന്നത് അയ്യോ അലക്സാറോ വേണ്ട അങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഇദ്ദേഹം ചെയ്തത്. സംഭവം മനസ്സിലായി? ഇതുവരെയുള്ള കാര്യങ്ങൾ. ആരാണ് ഇദ്ദേഹം? എ ജെ ക്രോണിനാണ് ഇദ്ദേഹം. ഓക്കെ, രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് കിടക്കാം. യെറ്റ് ദെർ വാസ് നത്തിങ് ഇമ്പോർച്ചുനേറ്റ് അബൌട്ട് ഹിം. ഇമ്പോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ മറന്നു പോരുന്ന മക്കളെ. ഇമ്പോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റന്റ് എസ്പെഷ്യലി ടു ദ പോയിന്റ് ഓഫ് അനോയൻസ്, ശല്യപ്പെടുത്തുന്ന ഒരു ക്വാളിറ്റി ഇയാൾക്ക് ഇല്ലായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് അങ്ങനെ ഒരു ശല്യം പോലെ തോന്നുന്ന ഒരാളല്ലായിരുന്നു. കാരണം എന്താണ്? ഓൺ ദ കോൺട്രറി എന്ന് പറഞ്ഞാൽ ഓൺ ദി ഓപ്പോസിറ്റ്, ഹി സീംഡ് എഫക്റ്റഡ് ബൈ എ ട്രബിൾഡ് റാദർ ടച്ചിങ് ഡിഫിഡൻസ്. എന്താണ് ഡിഫിഡൻസ്? മോഡസ്റ്റി ഓർ ഷൈനസ് റിസൾട്ടിങ് ഫ്രം ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. അതായത് നമ്മൾ വിചാരിക്കും മറ്റേ ആ നോട്ടീസ് ചെയ്യുന്ന ഒരുത്തനില്ലേ, അവനിങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ മുട്ടാൻ വേണ്ടിയിട്ട് എ ജെ ക്രോണിനുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അയാളില്ലേ, അയാൾ എന്താ ഒരു ഡിഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ? മോഡസ്റ്റി ഓർ ഷൈനസ് ലാക്ക് ഫ്രം റിസൾട്ടിങ് ഫ്രം എ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. അയാളും എന്തായിരുന്നു? ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ല, ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത രീതിയിലായിരുന്നു ഇങ്ങനെ നിന്നത്. അയാൾക്കും ഒരു മടിയായിരുന്നു. മനസ്സിലായില്ല? അയാൾ ഇങ്ങനെ മുട്ടി നിൽക്കുമെന്നല്ല മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അയാളും ചെറുതായിട്ടൊരു നാണമൊക്കെ പിടിച്ച് മടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്യണോ അല്ലെ എ ജെ ക്രോണിനായിട്ട് മുട്ടണോ വേണ്ടയോ എന്നുള്ള രീതിയിലായിരുന്നു നിന്നത്. ഓക്കെ, അത് മനസ്സിലായി. ഹി വാസ് ഇൻ ഹിസ് ഏർലി 40s. അത് 40 to 45 ഏജ് ആയിരുന്നുണ്ടത്. റാദർ ഷോർട്ട് ഇൻ ബിൽഡ്, അതായത് ഹൈറ്റ് കുറവായിരുന്നു. വിത്ത് എ ഫെയർ കോംപ്ലക്ഷൻ, ഫെയർ സ്കിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ക്ലിയർ ബ്ലൂ ഐസ് ആയിരുന്നു. ഇതൊക്കെ എവിടെ വരും മക്കളെ? ക്യാരക്ടർ സ്കെച്ചിൽ ഇടാനുള്ള സാധനങ്ങളാണ്. എന്താണ് മക്കളെ? ഇതൊക്കെ ക്യാരക്ടർ സ്കെച്ചിൽ നിങ്ങൾ ഇൻപുട്ട് കൊടുക്കേണ്ട സാധനമാണ്. അലൻ സാർ പഠിപ്പിക്കും. പക്ഷെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇതൊക്കെയാണ് ക്യാരക്ടർ സ്കെച്ചിൽ ഉള്ളിൽ കയറേണ്ടത്. ക്ലിയർ ആണല്ലോ മക്കളെ? ബുദ്ധിമുട്ടില്ല? ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം മക്കളെ. ഞാൻ ഇവിടുത്തെ നമ്മുടെ ഒന്ന് റെഡിയാക്കട്ടെ. ഓക്കെ റെഡി. അപ്പോൾ ഇത്രയും മനസ്സിലായി. ഹിസ് തിൻ ഹെയർ ഹാഡ് ബിഗൺ ടു റിസീഡ് ഫ്രം ഹിസ് ഫോർഹെഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? റിസീഡ് എന്ന് പറഞ്ഞാൽ പിൻവാങ്ങുക. അതായത് നല്ല തിക്ക് ഹെയർ ഒന്നുമില്ല, തിൻ ഹെയർ ആയിരുന്നു, നേരിയ മുടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഹാഡ് ബിഗൺ ടു റിസീഡ് പിൻവാങ്ങുക ഫ്രം ഹിസ് ഫോർഹെഡ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് ഹെയർ ബാക്കോട്ട് പോയി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കാശണ്ടി ആയിരുന്നു അയാൾ. അത് പറഞ്ഞാൽ മതിയായിരുന്നു. ഹിസ് ഡാർക്ക് സ്യൂട്ട്, sober tie and rimless spectacles gave evidence of a serious and reserved disposition. എന്താണ് മക്കളെ ഡാർക്ക് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ടും സ്യൂട്ടും അല്ലേ? അപ്പോൾ സൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. ഓക്കെ, സോബർ ടൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ കളർ അല്ലെ പ്ലെയിൻ കളർ ടൈ. ഈ നമ്മുടെ നിവിൻ പോളി ചേട്ടൻ ഇട്ട പോലെ ഇങ്ങനത്തെ ഒരു സിംഗിൾ കളർ ടൈ.
ഓക്കെ, പിന്നെ എന്തോ പറയുന്നുണ്ടെന്നല്ലോ, റിംലെസ് സ്പെക്ടക്കിൾസ്, അതായത് റിമ്മില്ലാത്ത, ഇങ്ങനെ ചുറ്റും റിമ്മില്ലാത്ത ഇതുപോലത്തെ എന്താണ് നല്ല ഭംഗിയുള്ള റിമ്മില്ലാത്ത സ്പെക്ടക്കിൾസ്. ബേസിക്കലി കാണാൻ ഇതുപോലെ ഒരു കുട്ടനാണ്. ഓക്കെ, നല്ലൊരു പാവം കുട്ടൻ. ഗേവ് എവിഡൻസ് ഓഫ് എ സീരിയസ് ആൻഡ് റിസർവ്ഡ് ഡിസ്പോസിഷൻ. ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പ്രകൃതം അല്ല സ്വഭാവം. അപ്പം ഗേവ് എവിഡൻസ് ഓഫ് എ സീരിയസ് ആൻഡ് റിസർവ്ഡ് ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൂട്ടും ഈ സോബർ ടൈയും പിന്നെ റിംലെസ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കില്ല ഞാൻ എന്താണെന്ന് വിചാരിക്കും, ഞാൻ ഭയങ്കര സീരിയസ് ആൻഡ് റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ വലിയ എക്സ്ട്രോവേർട്ട് അല്ലാത്ത, രൺവീർ സിംഗിനെ നിങ്ങൾക്കറിയാം, രൺവീർ സിംഗിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, അങ്ങനത്തെ ഒരാൾ, അതെ, ഷൈൻ ടോം ചാക്കോൻ്റെ ഓപ്പോസിറ്റ്, പാവം പോലെ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനത്തെ ഒരു ഡിസ്പോസിഷൻ എന്നാണ് സ്വഭാവം, അങ്ങനത്തെ ഒരു പ്രകൃതം അല്ലെ സ്വഭാവമുള്ള ഒരാളായ ഒരു ഫീലാണ് അയാളുടെ അപ്പിയറൻസ് എന്ന് കിട്ടിയത്. ഇതൊക്കെ ക്യാരക്ടർ സ്കെച്ചിൻ്റെ ഇൻപുട്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെ കണ്ടാൽ എന്താണ്? ഒരു ഡീസെൻറ്റ് ജെന്റിൽമെന്നെ പോലെയാണ് തോന്നിയത്. ഓക്കെ, അറ്റ് ദിസ് പോയിന്റ് ദ ബ്യൂഗിൾ സൗണ്ടഡ് ഫോർ ഡിന്നർ ആൻഡ് ഐ വെന്റ് ബിലോ. അപ്പം ഇങ്ങനെ നോക്കി, അപ്പം AJ ക്രോണി ഇങ്ങനെ നോക്കിയായിരുന്നു, ഇവൻ ആരാന്ന് നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്നാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ ബ്യൂഗിൾ അടിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഡിന്നറിന് വേണ്ടിയിട്ട്. പിന്നെ ഭക്ഷണത്തിന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് AJ ക്രോണി എന്താണ് സ്ഥലം വിട്ടു, ഒറ്റ ഓട്ടം. ഓക്കെ, അപ്പോൾ AJ ക്രോണിൻ്റെ ക്യാരക്ടർ സെറ്റൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഇടാം. അയാളൊരു ഭക്ഷണ പ്രേമിയായിരുന്നു. ഹി വാസ് എ ഫുഡ് ലവർ എന്ന് എഴുതിയായിരുന്നു. കാരണം ബ്യൂഗിൾ അടിച്ചപ്പോൾ തന്നെ എന്താണ്, പിന്നെ ആൾക്കൊന്നും അറിയണ്ട, പിന്നെ കഥയൊന്നുമില്ല, പിന്നെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നേരെ ഓടി. ഓക്കെ, ശരി, കാര്യം മനസ്സിലായി. അടുത്തത് ഓൺ ദ ഫോളോയിങ് ഫോർനൂൺ. ഫോർനൂൺ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? രാവിലെ മുതൽ ഉച്ച വരെയുള്ള സമയം. ഓർത്ത് വെക്കണം മക്കളെ, ഉച്ച 12 മണിയാണെങ്കിൽ രാവിലെ മുതൽ ഉച്ച വരെയുള്ള സമയമാണ് ഫോർനൂൺ. അതിന് ശേഷമുള്ള സമയമാണ് ആഫ്റ്റർ നൂൺ. ഓക്കെ, അപ്പോൾ നൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 12 മണി. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഫോർനൂൺ എന്ന് പറഞ്ഞാൽ രാവിലെ ആയിരുന്നു. ഓൺ ദ ഫോളോയിങ് ഫോർനൂൺ ഐ അഗെയിൻ ഒബ്സർവ്ഡ് മൈ ഫെലോ വോയേജർ. വോയേജർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? കപ്പൽ യാത്രക്കാരൻ. ആരെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്? ഏത് കപ്പൽ യാത്രക്കാരനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഇവനെ പറ്റിയിട്ട്, അതായത് നോക്കിക്കൊണ്ടിരുന്നവനില്ലേ, അവനെ പറ്റിയിട്ടാണ് പറയുന്നത്. റിംലെസ് ഗ്ലാസും സൂട്ടൊക്കെ ഇട്ടവൻ. ഓക്കെ, സൂട്ടൊക്കെ ഇട്ടവൻ. അപ്പോൾ ഐ ഒബ്സർവ് മൈ ഫെലോ വോയേജർ വാച്ചിങ് മീ ഏർണസ്റ്റ്ലി ഫ്രം ഹിസ് ഡെക്ക് ചെയർ. ഏർണസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ മക്കൾ എന്താണ്? ഗൗരവമായി. അപ്പം വീണ്ടും എന്താണ്? ഈവൻ ശല്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഗൗരവത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെ? AJ ക്രോണിന്. നൗ എ ലേഡി വാസ് വിത്ത് ഹിം, ഒബ്വിയസ്ലി ഹിസ് വൈഫ്. ഒരു ലേഡി ഉണ്ടായിരുന്നു കൂടെ, വൈഫായിരിക്കണം. ദ സിറ്റുവേഷൻ ബൈ ദിസ് ടൈം ഹാഡ് ബിഗൺ ടു ഇൻട്രീഗ് മീ. ഇപ്പോഴത്തേക്ക് AJ ക്രോണിന് എന്താണ്? ഇൻട്രീഗ് എന്ന് പറഞ്ഞാൽ മക്കൾ എന്താണ്? താല്പര്യം ജനിപ്പിക്കുക, അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുക. AJ ക്രോണിന് ഒരു ക്യൂരിയോസിറ്റി, എന്തായിരിക്കും എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് സംഭവം? I discovered from my steward that they were Mr. and Mrs. John S. from a small suburb of London. Steward എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിപ്പിലെ അറ്റൻഡൻറ്റ് ഉണ്ടാവില്ല, നമുക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുതരാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ചേച്ചി ഒരാളുണ്ടാവില്ലേ. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ച് മനസ്സിലായി ഇതാരാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ നോക്കിക്കൊണ്ടിരിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ വൈഫും ആരാന്ന് പറയും? മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺ എസ് എന്ന് പറഞ്ഞൊരു ഡാഷ് ഇട്ടുണ്ട്. എന്താണ് മക്കളെ S കഴിഞ്ഞിട്ടൊരു ഡാഷ് ഇട്ടത്? പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണോ? ടെക്സ്റ്റ് ബുക്ക് പ്രിൻറ്റ് ചെയ്ത സർ ശരിയായില്ല, അതുകൊണ്ടാണോ? അല്ല, ഇദ്ദേഹത്തിൻ്റെ സർനെയിം AJ ക്രോണിൽ നിന്നാണ് വെളിപ്പെടുത്താൻ താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് S എന്ന് പറഞ്ഞിട്ട് ഹൈഫും കൊടുത്തിട്ട് നമ്മൾ അതിനെ ജോൺ S എന്ന് വിളിക്കാം. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ല. ജോൺ S എന്തായിരിക്കും? ജോൺ വല്ല ഷെല്ലിന്നോ, അല്ലെ ജോൺ എന്താണ് ഷെർലക്കെന്നോ, ജോൺ എന്താണ് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തൊക്കെയായിരിക്കും നിങ്ങൾ ആലോചിക്കുക, പക്ഷേ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ജോൺ S എന്ന് വിളിക്കാം. അപ്പം മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺ എസ് ഫ്രം എ സ്മോൾ സബർബ് ഓഫ് ലണ്ടനിൽ നിന്ന് ഒരു സ്മോൾ സബർബിൻ്റെ സ്ഥലത്ത് നിന്നായിരുന്നു ഇവർ വന്നത്. വെൻ അനദർ ഡേ പാസ് വിത്തൗട്ട് ഇവൻ I began to feel certain that Mr. S would remain too shy to carry out his obvious desire to approach me. അപ്പം നോക്കുക, വെൻ അനദർ ഡേ പാസ് വിത്തൗട്ട് എനി മെൻ. അപ്പോൾ ഒരു ദിവസം കൂടെ കഴിഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. അതായത് ഈ മിസ്റ്റർ S എന്ന് പറഞ്ഞവൻ എന്താണ്? AJ ക്രോണിൻ്റെ അടുത്ത് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ തന്നെ AJ ക്രോണിന് എന്ത് തോന്നി? I began to feel certain that Mr. S would remain too shy to carry out his obvious desire to approach me. അപ്പോൾ തന്നെ AJ ക്രോണിന് തോന്നി എന്താണ്? ഇനിയിപ്പം എന്താണ് ഇവൻ വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ടാവില്ല എന്നെന്താണ് AJ ക്രോണിന് എന്താണ്ട് ഒരു ഉറപ്പായി. ഇനിയിപ്പോൾ സംസാരിക്കുന്നുണ്ടാവില്ല, ജസ്റ്റ് നോക്കിയിരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ എൻ്റെ സ്റ്റൈൽ കണ്ടിട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. However, പക്ഷേ ഓൺ എ ഫൈനൽ ഈവനിങ് അറ്റ് സീ, ഫൈനൽ ഈവനിങ്, ആ ഷിപ്പിലെ അവസാന ദിവസം, മിസ്സസ് S, അതായത് വൈഫ്, ഡിസൈഡഡ് ദി മാറ്റർ. മിസ്സസ് S എന്താണ്? എന്തോ തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? വിത്ത് എ ഫേം പ്രഷർ ഓൺ ഹിസ് ഹാൻഡ്
and a whispered word in his ear, she urged her husband towards me as I passed along the deck. എന്താ പറയുന്നത്? With a firm pressure on his hand, Mrs. S, the wife എന്ത് ചെയ്തു? നമ്മുടെ മിസ്റ്റർ എസിൻ്റെ കയ്യിൽ നല്ല അങ്ങോട്ടും അമർത്തി. എന്നിട്ട് മനുഷ്യ മര്യാദക്ക് ഇപ്പോൾ ചോദിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം പറയുന്നുണ്ട് വിത്ത് എ ഫേം പ്രഷർ ഓൺ ഹിസ് ഹാൻഡ്സ് ആൻഡ് എ വിസ്പേർഡ് വേർഡ് ഇൻ ഹിസ് ഇയർ. എന്തോ എന്താണ് ചെവിയിൽ എന്താണ് വിസ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? മനുഷ്യ നിങ്ങൾ ഇന്ന് കുറേ നാളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കുന്നത്, മര്യാദക്ക് ഇന്ന് പോയി ചോദിച്ചോ, ഇനി ഇതിന് ചാൻസ് ഒന്നും കിട്ടില്ല കേട്ടോ, ലാസ്റ്റ് ദിവസമാണ്, വേണേ പോയി ചോദിച്ചോ, പിന്നെ മൂയിക്കൊണ്ട് എൻ്റെ അടുത്ത് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇംഗ്ലീഷിൽ. In his ear, she urged her husband towards me. എന്താണ് ഹസ്ബൻഡ് എന്താണ് മുന്തി കൊണ്ട് AJ ക്രോണിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ആസ് ഐ പാസ് അലോങ് ദ ഡെക്ക്, AJ ക്രോണി ഡെക്കിൻ്റെ ഉള്ളിൽ കൂടെ എന്താണ് ഇടയിൽ കൂടെ നടന്നു പോകുമ്പോൾ തള്ളി വിട്ടു. പോ മനസ്സിലായി, നമ്മൾ മനസ്സിലായില്ലേ? അതാണ് സംഭവിച്ചത്. ഓക്കെ. എന്നിട്ട് അദ്ദേഹം വന്നു, ആര്? മിസ്റ്റർ എസ് വന്നു AJ ക്രോണിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, എക്സ്ക്യൂസ് മീ ഡോക്ടറാ? അതെ, AJ ക്രോണിൻ ഡോക്ടറായിരുന്നു. ഇപ്പം അത് റിവീലായി. ഓക്കെ, AJ ക്രോണിൻ ആരാണ് മക്കളെ? ഡോക്ടർ. ഓർത്ത് വെച്ചോ, AJ ക്രോണിൻ ആരാണ്? മിസ്റ്റർ AJ ഡോക്ടറായിരുന്നു. ഓക്കെ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഐ വണ്ടർ ഇഫ് ഐ മൈറ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഓക്കെ, ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. He spoke almost breathlessly, offering me the visiting card he held in his hand and studying my face to see if the name meant anything to me. ഭയങ്കര ബ്രെത്ത്ലെസ്ലി, പെട്ടെന്ന് ഞാൻ ഒന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ്. ഭയങ്കര ബ്രെത്ത്ലെസ്ലി, ഇങ്ങനെ ഭയങ്കര ടെൻഷനോടെ. ഓഫറിംഗ് മീ ദ വിസിറ്റിംഗ് കാർഡ് ഹി ഹെൽഡ് ഇൻ ഹിസ് ഹാൻഡ്. ഒരു വിസിറ്റിംഗ് കാർഡും കൊടുത്തു അദ്ദേഹത്തിൻ്റെ, അതായത് ആ മിസ്റ്റർ എസിൻ്റെ പേരൊക്കെ ഉള്ള ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. ആൻഡ് വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് ആൻഡ് സ്റ്റഡിങ് മൈ ഫേസ് ടു സീ ഇഫ് ദ നെയിം മെൻറ്റ് എനിത്തിങ് ടു മീ. അപ്പോൾ കൊടുത്തപ്പം ഇതേ എന്ത് ചെയ്തു, ഇങ്ങനെ നോക്കി, AJ ക്രോണിനെ നോക്കി, എന്നെ മനസ്സിലായോ എന്നുള്ള രീതിയിൽ എന്താണ് AJ ക്രോണിൻ്റെ മുഖത്തേക്ക് നോക്കി, എന്നെ മനസ്സിലായോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ AJ ക്രോണിനെ ഇവിടെ മനസ്സിലാവുന്നു, AJ ക്രോണിനെ ഇയാൾക്ക് ആരാന്ന് ഒരു ഐഡിയ ഇല്ല. ദെൻ ആസ് ഇറ്റ് പ്ലെയിൻലി ഡിഡ് നോട്ട്, അതായത് ഇയാൾക്ക് മനസ്സിലായി AJ ക്രോണിന് ഇയാളെ അറിയില്ല എന്ന് തോന്നിയപ്പം ഹി വെൻറ്റ് ഓൺ വിത്ത് ദ സെയിം ഓക്വേർഡ്നെസ്. അത് ഈ ഒരു മൊമെൻറ്റ് കഴിഞ്ഞപ്പോൾ എന്താണ് മറ്റേ ആൾക്ക് എന്താണ് ഒരു ഓക്വേർഡ് ഫീൽ വന്നു. അയ്യോ, ഓക്വേർഡ് എന്ന് പറഞ്ഞാൽ അരോചകമായ ഒരു നാണക്കേട് പോലെ, മനസ്സിലായില്ലേ? അത് നാണക്കേട് പോലെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല. ഈ പരിപാടി എപ്പോഴും ഉണ്ടാവാറുണ്ട്. നിങ്ങളൊരു കല്യാണത്തിന് വല്ലതും പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫാമിലി ഫംഗ്ഷന് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ആൻറ്റി ഉണ്ടാവും, മോനെ എന്നെ ഓർമ്മയുണ്ടോ? അപ്പം നിങ്ങളിങ്ങനെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എവിടെ ഓർമ്മയുണ്ടാവാൻ? നിങ്ങളിങ്ങനെ എത്ര പേര് പറയും ഓർമ്മയുണ്ടെന്ന്? ഓർമ്മയില്ലെങ്കിലും 90% ആൾക്കാർ പറയും ഉറപ്പാണ്. എന്താണ് ഓർമ്മയില്ലെങ്കിലും പറയും ആൻറ്റി ഓർമ്മയുണ്ട് അല്ലേ? ഞാനാണെങ്കിലും എങ്ങനത്തെ പറയും ഓർമ്മയുണ്ട് പറയും. അപ്പോൾ അടുത്ത ചോദ്യം വരും, എന്നാ പറഞ്ഞേ എന്താണ് എൻ്റെ പേര്? അപ്പം നിങ്ങളെ പേര് ഓർമ്മയില്ല, പക്ഷേ പണ്ടത്തെ മറ്റേ കല്യാണത്തിന് വന്നപ്പോൾ അല്ലേ? അപ്പം അവിടെ ഉണ്ടാകുന്നൊരു സംഭവമില്ലേ, നമുക്കിങ്ങനെ ഇയാളെന്തിനാ, അതിനെയാണ് ഓക്വേർഡ്നെസ് എന്ന് വിളിക്കുക. ഓക്കെ, ആ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ആ ഒരു ഓക്വേർഡ്നെസ്സിലായിരുന്നു. കാരണം ഇയാൾ വിചാരിച്ച് വിസിറ്റിംഗ് കാർഡ് കൊടുക്കുമ്പോൾ AJ ക്രോണിന് നീ ആയിരുന്നോടാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു വിചാരിച്ചു. പക്ഷെ അങ്ങനെ നടന്നില്ല. ഇഫ് യു കുഡ് സ്പെയർ എ ഫ്യൂ മിനിറ്റ്സ് മൈ വൈഫ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ വേർഡ് വിത്ത് യു. താങ്കൾക്ക് കുറച്ച് സമയം തന്നു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും താങ്കളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം എന്താ പറയാനുള്ളത്. A moment later, I was occupying the vacant chair beside them. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് നോക്കുമ്പോൾ AJ ക്രോണിനുണ്ട് ഒരു ചെയറിൽ, പിന്നെ ഇവർ രണ്ടുപേരും, ഭർത്താവും ഭാര്യയും, മിസ്റ്റർ എസ് ആൻഡ് മിസ്സസ് എസ് രണ്ടുപേരുണ്ട്. ഹാൾട്ടിംഗ്ലി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇൻ എ നെർവസ് വേ സ്റ്റോപ്പിംഗ് ഓഫൻ വൈൽ യു ആർ സെയിങ്. അത് ഭയങ്കര നെർവസ് ആയിട്ട് നിർത്തി സംസാരിക്കില്ല നമ്മളിങ്ങനെ. അയ്യോ, എനിക്ക് പറയാനുണ്ടായിരുന്നത്, അതായത് ഡോക്ടർ പണ്ട് അങ്ങനെ സംസാരിക്കില്ലേ, അതിനാണ് ഭയങ്കര നെർവസ് ആയിട്ട് സംസാരിക്കുന്നത്. ഹാൾട്ടിംഗ്ലി he told me that this had been the first visit to America. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ എസ് പറഞ്ഞു, ഇത് ഞങ്ങളുടെ അമേരിക്കയിൽ നിന്നാണല്ലോ തിരിച്ചു വരുന്നത്. അപ്പോൾ അമേരിക്കയിൽ ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പായിരുന്നു. ഇറ്റ് വാസ് നോട്ട് എൻറ്റയർലി എ ഹോളിഡേ ട്രിപ്പ്. ഇതൊരു ഫുള്ള് ഓരോ ഹോളിഡേ ട്രിപ്പൊന്നും അല്ലായിരുന്നു, വേറൊരു ആവശ്യം കൂടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആവശ്യം? ദേ ഹാഡ് ബിൻ മേക്കിംഗ് എ ടൂർ ഓഫ് ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സ്. സാർ, ഇംഗ്ലണ്ടോ? അമേരിക്കയെ പറ്റിയല്ലേ പറയുന്നത് മക്കളെ? ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്കയിലെ ഒരു സ്ഥലമാണ്, ഒരു പ്രദേശമാണ്. അമേരിക്കയിലെ 6 സ്റ്റേറ്റുകൾ
നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് നിങ്ങൾ മാസച്യൂസെറ്റ്സ് കേട്ടിട്ടുണ്ടാവും. മാസച്യൂസെറ്റ്സ് അല്ല, മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, MIT ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പം നമ്മുടെ IIT ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്താണ്? മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, MIT. ഓക്കെ, അതുപോലെ റോഡ് ഐലൻഡൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കനറ്റിക്കറ്റ് ഉണ്ടാവും, വെർമോണ്ട് ഉണ്ടാവും, ന്യൂ ഹാംപ്ഷയർ ഉണ്ടാവും, മെയിൻ ഉണ്ടാവും. ഇതൊക്കെ സ്റ്റേറ്റുകളാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സ്റ്റേറ്റുകളാണ്. അല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. അപ്പോൾ അതിലെ സ്റ്റേറ്റുകളാണ്. ഇങ്ങനെ 6 സ്റ്റേറ്റുകളുടെ ഒരു കൂട്ടമാണ്. അതിനെയാണ് നമ്മൾ ന്യൂ ഇംഗ്ലണ്ട് എന്ന് വിളിക്കുക. അപ്പോൾ അമേരിക്കയിലെ സ്ഥലം തന്നെയാണ് എല്ലാവരും കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്, ഇംഗ്ലണ്ട് അല്ലാതെ. ഓക്കെ, ദേ ഹാവ് ബീൻ മേക്കിംഗ് എ ടൂർ ഓഫ് ന്യൂ ഇംഗ്ലണ്ട്. ന്യൂ ഇംഗ്ലണ്ടിൽ ഇവരെന്താണ് ടൂർ അടിക്കുകയായിരുന്നു. എന്തിനാണ് ടൂർ അടിക്കുന്നത്? ഇൻസ്പെക്ടിങ് മെനി ഓഫ് ദി സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ്സ് ഫോർ യങ് പീപ്പിൾ ദെയർ. അപ്പോൾ അവിടെയുള്ള കുറേ യൂത്തിന് വേണ്ടി, ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ള റിക്രിയേഷണൽ ക്യാമ്പ്സ് ഉണ്ട്. ഓക്കെ, അവരൊക്കെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ്സ് ഉണ്ട്. അതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഞങ്ങൾ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നല്ല കാര്യം. Afterwards, they had visited settlements houses in New York and other cities to study the methods employed in dealing with cases of backward, maladjusted and delinquent youth. എന്താണ് പറയുന്നത്? ബാക്ക്വേർഡ്, അതായത് എന്താണ് അത്രയും എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്തത്, അല്ലെ എന്തൊരു പുവർ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എന്നല്ല, പാവപ്പെട്ട. മാലഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഫെയിലിംഗ് ടു കോപ്പ് വിത്ത് ഡിമാൻഡ്സ് ഓഫ് എ നോർമൽ സോഷ്യൽ എൻവയോൺമെൻറ്റ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു കുട്ടി, ഓക്കെ, ആ കുട്ടിക്ക് നമ്മളൊക്കെ വളർന്നു വന്നെങ്ങനെയാണ്? നമ്മുടെ പേരൻസിൻ്റെ ഒക്കെ കെയറൊക്കെ കിട്ടി അല്ലേ? അവരൊക്കെ നമ്മളെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്, പിന്നെ സ്കൂളിലൊക്കെ അയച്ച് സ്കൂളിൽ നിന്നും കുറേ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്, എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ ജീവിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ നല്ല മനുഷ്യരായി നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് അതൊന്നും തന്നില്ല, ആരും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ ഒന്നും തന്നില്ല. ഒരു രീതിയിലും എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടതെന്ന് ഒരു ഐഡിയയും തരാണ്ട് എന്തെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ടിട്ട് നിങ്ങളെ അങ്ങോട്ട് ജീവിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സൊസൈറ്റിയിൽ ഇറങ്ങി ഒന്ന് ജീവിക്കാൻ പറ്റും. ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഡീൽ ചെയ്യണം, ഒരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനത്തെ യൂത്ത്, അങ്ങനത്തെ കുട്ടികൾ നമ്മുടെ ലോകത്ത് കുറേ ഉണ്ട്. ഓക്കെ, അങ്ങനെ പല ഓർഫനേജുകളായിട്ടും പല സ്ഥലങ്ങളിലായിട്ടും ജുവനൈൽ ഹോംസിലൊക്കെ ഇങ്ങനെ ഒരു ഐഡിയയും കൊടുക്കാതെ, അവർക്ക് ഒരു എഡ്യൂക്കേഷനും കൊടുക്കാതെ അവരെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വിട്ടതുണ്ട്. അപ്പോൾ അവർക്ക് പിന്നീട് സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കുട്ടികളെയാണ് നമ്മൾ വിളിക്കുക മാൽ അഡ്ജസ്റ്റഡ്. ഓക്കെ, ആൻഡ് ഡെലിൻക്വൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ടെൻഡിങ് ടു കമ്മിറ്റ് ക്രൈം, പെർട്ടിക്കുലർലി ഇൻ മൈനർ ക്രൈം. അതായത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളായിരിക്കും, പക്ഷേ ഒരു ക്രിമിനൽ ബിഹേവിയർ ഉള്ള, ഓക്കെ, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അതിൻ്റെ കാരണം ആ കുട്ടികളായിരിക്കില്ല, അവരെ വളർത്തിയ രീതിയിലായിരിക്കും, അല്ലെ വളർത്താത്ത രീതി കൊണ്ടായിരിക്കും. അവരെ പ്രോപ്പറായിട്ട് വളർത്താറോ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാത്തതും പ്രോപ്പറായിട്ടുള്ള സ്നേഹവും കെയറും കൊടുക്കാത്തതുകൊണ്ട് അവരെന്താണ് ക്രിമിനൽ ബിഹേവിയർ കാണിച്ചു കൊടുക്കും. അങ്ങനത്തെ കുട്ടികളല്ല, അങ്ങനത്തെ യൂത്തിനെയാണ് നമ്മൾ വിളിക്കുക ഡെലിൻക്വൻ്റ് യൂത്ത്. അപ്പോൾ ഈ ഡെലിൻക്വൻ്റ്, മാലഡ്ജസ്റ്റഡ് ആൻഡ് ബാക്ക്വേർഡ് യൂത്തിന് വേണ്ടിയിട്ടുള്ള റിക്രിയേഷണൽ ക്യാമ്പുകളിൽ എന്തൊക്കെ മെത്തേഡ്സ് ആണ് എംപ്ലോയ് ചെയ്തത്, അതായത് അവരെങ്ങനെയാണ് അവിടെ ഡീൽ ചെയ്യപ്പെടുന്നത്, അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് കൊടുക്കുന്നത്, ഇങ്ങനത്തെ കുട്ടികൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് കൊടുക്കുന്നതെന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, സ്റ്റഡി ദ മെത്തേഡ്സ്. അങ്ങനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമായിരുന്നു മിസ്റ്റർ എസും മിസ്സസ് എസും ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു സ്ഥലത്തിൽ വന്നത്. ഈ കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ടൂർ അടിക്കാനല്ല, എന്തിനാണ് വന്നത്? ഇതുപോലെയുള്ള റിക്രിയേഷണൽ ക്യാമ്പ്സിൽ ബാക്ക്വേർഡ്, മാലഡ്ജസ്റ്റഡ്, ഡെലിൻക്വൻ്റ് യൂത്ത്സിൻ്റെ അവരുമായിട്ട് അവരെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്നുള്ള മെത്തേഡ്സ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്? US വിസിറ്റ് ചെയ്ത്. സംഭവം മനസ്സിലായല്ലോ? ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായോ മക്കളെ? മനസ്സിലായെങ്കിൽ യെസ് എന്ന് പറയാം, നമുക്ക് മുന്നോട്ട് പോകാം. കാരണം കറക്റ്റായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, റെഡി, മുന്നോട്ട് പോകാം. അപ്പം ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? AJനോട് പറഞ്ഞു. ഓക്കെ, there was in his voice and manner, indeed in his whole personality, a genuine enthusiasm that was disarming. അപ്പം ഈ മിസ്റ്റർ എസ് ഇത് പറയുമ്പോൾ AJ ക്രോണിന് എന്താ തോന്നുന്നത്? ഭയങ്കര ഒരു എൻതൂസിയാസമുള്ള, ഭയങ്കര ഒരു ഊർജ്ജമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുന്ന പോലെയാണ് തോന്നുന്നത് അല്ലേ? I found myself liking him instinctively എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ചിന്തിക്കാതെ തന്നെ എന്താണ്, എനിക്ക് അയാളെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അയാളുടെ രീതിയും അയാൾ സംസാരിക്കുന്ന ആ ഒരു എൻതൂസിയാസം ഒക്കെ കേട്ടപ്പോൾ എന്താണ്, ഭയങ്കര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. Questioning him further, I learned that he and his wife had been active for the past 15 years in the field of youth welfare. അപ്പോൾ വീണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് വന്നപ്പോൾ AJക്ക് മനസ്സിലായി, I learned that he and his wife, ഈ മിസ്റ്റർ എസും മിസ്സസ് എസും, had been active for the past 15 years, കഴിഞ്ഞ 15 വർഷമായി
എന്ത് ചെയ്യായിരുന്നു? ഇൻ ദ ഫീൽഡ് ഓഫ് യൂത്ത് വെൽഫെയർ. ഈ യൂത്തിനെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അവരെ റിഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ നല്ല മനുഷ്യരാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പരിപാടിയിൽ 15 വർഷമായിട്ട് ആരൊക്കെ ആക്റ്റീവ് ആയിരുന്നു? ഈ മിസ്റ്റർ എസ് മിസ്സസ് എസും ആക്റ്റീവ് ആയിരുന്നു എന്നുള്ള കാര്യം എ ജെക്ക് മനസ്സിലായി. ഓക്കെ, ഹി വാസ് ബൈ പ്രൊഫഷൻ, ആര്? എ ജെ അല്ല, മിസ്റ്റർ എസ്. ഹി വാസ് ബൈ പ്രൊഫഷൻ എ സോളിസിറ്റർ. എന്താണ് മക്കളെ സോളിസിറ്റർ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, UK-ലില്ലേ, ഇംഗ്ലണ്ടിലൊക്കെ, ഇവരൊക്കെ ഇംഗ്ലണ്ടിൽ നിന്നാണ് കേട്ടോ, ന്യൂയോർക്കിൽ നിന്ന് പോയി വരുന്നുള്ളൂ, പക്ഷെ ആ സ്ഥലം എവിടെയാണ്? ഇവരൊക്കെ ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലണ്ടിലെ സോളിസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലണ്ടിലെ ലോയേഴ്സ് ഇല്ല, അഡ്വക്കേറ്റ്സ് കോർട്ടിൽ പോകുന്ന, കോടതി പോകുന്ന ആൾക്കാരില്ലേ, ലോയേഴ്സ്, അവരെ വിളിക്കുന്ന പേരാണ് സോളിസിറ്റർ. ഓക്കെ, അപ്പോൾ സോളിസിറ്റർ എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് ലീഗൽ പ്രൊഫഷൻ അഥവാ ലോയർ ബേസിക്കലി. അപ്പം ഈ മിസ്റ്റർ എസ് ശരിക്കും പറഞ്ഞാൽ ആരായിരുന്നു? ഒരു ലോയറാണ്. He was by profession a solicitor, but in addition to his practice at courts, കോടതിയിലെ പ്രാക്ടീസിൻ്റെ പുറമെ found time to act as a director of a charitable organization devoted to the care of boys and girls, mostly from city slums who had fallen under the ban of law. അലൻ സാർ വീണ്ടും നമ്മളെ വെറുപ്പിക്കാൻ വന്നിരിക്കുകയാണ്. യെസ്, അലക്സ് സാർ ഇത്രയും ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ഞാനും ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ഭയങ്കര ഇംഗ്ലീഷ് ആണല്ലോ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇത്രയും അടിപൊളി ഇംഗ്ലീഷൊക്കെ സിമ്പിളാക്കി അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരാം. ആ ലൈക്ക് ബട്ടൺ അടിക്കുക. ഓക്കെ, എനിക്ക് ബോഡി ഒന്നും ഇല്ല, പക്ഷെ എന്താണ് ബോഡി എന്നൊക്കെ പറയുന്ന പോലെ ആ ലൈക്ക് ബട്ടൺ അടിക്കുക. അലക്സ് സാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിസിക്സ്, അലക്സ് സാർ കിങ് ഓഫ് ഫിസിക്സ് നിങ്ങൾ പറയില്ലേ, SSLC-ലും 9th-ലും 8th-ലും എല്ലാം നിങ്ങളുടെ ചേട്ടന്മാർക്കും വലിയ നീറ്റുകാർക്കൊക്കെ എടുക്കുന്ന ഫിസിക്സിന്റെ കിങ് ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഇംഗ്ലീഷിന്റെ ചാപ്റ്റർ വന്ന് എടുക്കുന്നത്. ഓക്കെ, ആൻഡ് അലക്സ് സാറിന്റെ ഇംഗ്ലീഷ് നിങ്ങൾക്കറിയാം, ക്യാറ്റ്, ഒരു പൂച്ച പേരുള്ള ഒരു ക്യാറ്റ് എക്സാം ഉണ്ട്. IIM-ൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ടഫസ്റ്റ് എക്സാം ആണ്. അതില് നാഷണൽ റാങ്ക് ഹോൾഡറാണ്. ഓക്കെ, അതിൽ നാഷണൽ റാങ്ക് ഹോൾഡറാണ്. 10th ക്ലാസ് 12th സ്റ്റാൻഡേർഡൊന്നുമല്ല, ഇന്ത്യ ലെവലില് നാഷണൽ ലെവലിലെ റാങ്ക് ഹോൾഡറാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നത്. അപ്പം പ്രോപ്പറായിട്ട് തന്നെ കേൾക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ വരാൻ പറയാ, അല്ലെങ്കിൽ അവരുടെ നഷ്ടം. ഓക്കെ, റെഡി ആണല്ലോ? എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്, മറക്കുക. ഇന്ന് മാത്രമല്ല, ഓക്കെ, നാളെ ക്ലാസ് ഉണ്ട്. നാളെ നമ്മൾ പ്രൊഡക്ഷൻ ആൻഡ് മെറ്റീരിയൽസ് എന്ന ചാപ്റ്റർ, ഫിസിക്സ് നമ്മുടെ കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്റർ 2ാമത്തെ പാർട്ട് എടുക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം അതുല്യ മിസ് വരുന്നതായിരിക്കും. ഒരു കാരണവശാലും നിങ്ങൾ ആ ലൈവ് മിസ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണ്. ഏറ്റവും അടിപൊളി, ഏറ്റവും സിമ്പിൾ ആയിട്ട് എടുത്തു തരാൻ വേണ്ടി നമ്മുടെ അതുല്യ മിസ് വരുന്നതായിരിക്കും. നാളെ നമ്മൾ 3000 പേര് ആക്കൂട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ ഉഷാറാക്കണം. 3000 ലൈവ് വ്യൂവേഴ്സ് നാളത്തെ ലൈവിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇന്ന് തന്നെ സെറ്റ് ആക്കണം. ലിങ്ക് ഒക്കെ നാളത്തെ ഷെയർ ചെയ്ത് സെറ്റ് ആക്കണം. ഓക്കെ, പ്രോമിസ് ആയിരിക്കണം. 3K അടിക്കുന്ന ചാറ്റിൽ പറയാം നാളെ. ഓക്കെ, ഇപ്പൊ ലൈക്ക് അടിക്കുക, 2K ആക്കുക. കമോൺ. ഓക്കെ, അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ സോളിസിറ്റർ ആയിരുന്നു, ബട്ട് ഇൻ അഡീഷൻ ടു പ്രാക്ടീസ്, അപ്പൊ കോടതിയിലെ പരിപാടി കൂടാതെ ഫൗണ്ട് ടൈം ടു ആക്ട് ആസ് എ ഡയറക്ടർ ഓഫ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഡിവോട്ടഡ് ടു ദി കെയർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് മോസ്റ്റ്ലി ഫ്രം സ്ലംസ്. അപ്പോൾ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഡയറക്ടറും കൂടിയായിരുന്നു ഈ മിസ്റ്റർ എസ്. ആ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്താണ് ചെയ്തത്? അവർ ബോയ്സ് ആൻഡ് ഗേൾസ്, അതേ സ്ലമ്മുകളിൽ നിന്ന്, ചേരികൾ മോസ്റ്റ്ലി ചേരികളിൽ നിന്നുള്ള ഈ കുട്ടികളെ അവരെ നോക്കുകയായിരുന്നു ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ മെയിൻ വർക്ക്. ഹു ഹാഡ് ഫോളൻ അണ്ടർ ദി ബാൻ ഓഫ് ലോ. അപ്പോൾ അവർക്ക് എന്താണ്, ഒന്നെങ്കിൽ ജൂനൈൽ രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈം ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈം ചെയ്യാൻ ചാൻസ് ഉള്ള ആൾക്കാരോ അങ്ങനത്തെ കുട്ടികളായിരുന്നു കൂടുതലും. അവരെയൊക്കെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉള്ളത്. അതിൻ്റെ ഡയറക്ടറും കൂടി ആയിരുന്നു ആര്? നമ്മുടെ മിസ്റ്റർ എസ്. അപ്പോൾ മിസ്റ്റർ എസിൻ്റെ ഒരു ഐഡിയ കിട്ടിയില്ലേ മക്കളെ? ഐഡിയ കിട്ടി. ഓക്കെ, മുന്നോട്ട് പോവാം. As he spoke with real feeling, I got a vivid picture of the work these two people were doing. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് വന്നപ്പോൾ എന്താണ് AJക്ക് മനസ്സിലായി, ഇവരെന്താണ് ചെയ്യുന്നത്. ഒരു വിവിധ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടി. എന്തിനെ പറ്റിയിട്ട്? എന്ത് പിക്ചറാണ്? ഫോട്ടോ എടുക്കുന്ന പിക്ചറല്ല, ഓഫ് ദി വർക്ക് ദീസ് ടു പീപ്പിൾ were doing. ഈ മിസ്റ്റർ എസും മിസ്സസ് എസും ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഐഡിയ എന്ത് ചെയ്തു? നമ്മുടെ AJക്ക് കിട്ടി. ഓക്കെ, I learned how they took derelict adolescents from the juvenile courts and placing them in a healthy environment, healed them in mind and body and sent them back into the world. Derelict എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? in a very poor condition as a result of disuse and neglect. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാലഡ്ജസ്റ്റഡും ഡെലിക്വൻറ്റും ഏതാണ്ട് ഒരേപോലെ തന്നെ. ഡെലിക്വൻ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ക്രൈമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ചെറിയ കുട്ടികൾ ക്രൈമൊക്കെ ചെയ്യുമ്പോഴല്ല ക്രിമിനൽ നേച്ചറുള്ളപ്പോഴാണ് നമ്മൾ ഡെലിക്വൻ്റ് എന്ന് പറയും. മാലഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് നോക്കാത്തത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ജീവിക്കാൻ അറിയാത്ത. അതുപോലെ തന്നെയാണ് ഡെറിക്റ്റ്. പിന്നെ വെരി പുവർ കണ്ടീഷൻ, വളരെ പുവർ കണ്ടീഷനിൽ ആസ് എ റിസൾട്ട് ഓഫ് ഡിസ്യൂസ് ആൻഡ് നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട്, ഓക്കെ, പ്രോപ്പറായിട്ട് നോക്കാത്തത് കൊണ്ട് വളരെ സോഷ്യലി
എന്താണ് ജീവിക്കാൻ പറ്റാത്ത കുട്ടികളില്ലേ, അവരെയായിരുന്നു ഇവർ കൂടുതൽ നോക്കിയത്. അപ്പം ശ്രദ്ധിക്കുക, ഐ ലേൺ ഹൗ ദേ ടുക്ക് ഡെറിലിക്റ്റ് അഡോളസൻസ്, അത് ഡെറിലിക്റ്റ് എന്ന് പറയാം, ഫ്രം ദി ജൂനൈൽ കോഡ്സ്. അപ്പോൾ ജൂനൈൽ കോഡ്സിന് എടുത്തത് ആൻഡ് പ്ലേസിങ് ദം ഇൻ എ ഹെൽത്തി എൻവയോൺമെൻറ്റ്. എന്നിട്ട് ആ കുട്ടികൾ എന്ത് ചെയ്തു, എവിടെയെങ്കിലും കൊണ്ട് ഇടുകയല്ല ചെയ്തത്, വളരെ ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, ഹീൽ ദം ഇൻ മൈൻഡ് ആൻഡ് ബോഡി, അവരുടെ മനസ്സും ശരീരവും ഒക്കെ ഹീൽ ചെയ്ത്, ആൻഡ് സെൻഡ് ദം ബാക്ക് ഇൻ ടു ദി വേൾഡ്, തിരിച്ചെന്താണ് നമ്മുടെ ലോകത്തിലേക്ക്, സൊസൈറ്റിയിലേക്ക് അവരെ വിടുന്നു. ഇത് തന്നെയല്ലേ ശരിക്കും ചെയ്യേണ്ടത്. നമ്മുടെ ക്രിമിനൽ സിസ്റ്റവും നിങ്ങൾ ആലോചിച്ചുകൊണ്ട് എപ്പോഴും എന്തിനാണ് ഈ ജയിലൊക്കെ, എന്തിനാണ് പ്രിസൺ? പറ മക്കളെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തിനാണ് ആൾക്കാരെ പണിഷ് ചെയ്തിട്ട് അല്ലേ, കോടതി പണിഷ് ചെയ്തിട്ട് അല്ലേ, നമ്മളൊരു കേസ് ചെയ്താൽ നമ്മുടെ കോർട്ട് എന്ത് ചെയ്യും മക്കളെ, അവരെ പണിഷ് ചെയ്ത് അവരെ ജയിലിൽ കൊണ്ടിട്ട്. എന്തിനാണ് ജയിലിലിടുന്നത്? എന്താ അതിൻ്റെ പെർപ്പസ് എന്താണ്? പറ, എപ്പോഴേ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? പറയും മക്കളെ, എന്താണ് അതിൻ്റെ പേർപ്പസ്? ജയിലിൽ കൊണ്ടിടുന്നതിൻ്റെ പേർപ്പസ് എന്താണ്? 2 പേർപ്പസാണുള്ളത്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമം പ്രകാരം 2 പേർപ്പസാണുള്ളത്. ഫസ്റ്റ് പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ റിഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, റിഫോം ചെയ്തിട്ട് തിരിച്ച് സൊസൈറ്റിയിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി. റിഫോം ചെയ്യാന്ന് പറഞ്ഞാൽ നന്നാക്കുക, അവർക്ക് നന്നാവാനുള്ളൊരു അവസരം കൊടുത്ത് അല്ലേ. നമ്മളെപ്പോഴും ഒരാൾ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അവരെ അങ്ങോട്ട് കൊല്ലാൻ പാടുണ്ടോ? ഇല്ല, അവർക്ക് നന്നാവാനുള്ളൊരു അവസരം കൊടുത്ത് റിഫോം ചെയ്ത് അവർ തിരിച്ച് സൊസൈറ്റിയിലേക്ക് വിടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് കാരണം എന്താണ്? ഒന്ന് അവരെ നന്നാക്കാൻ വേണ്ടി. നെക്സ്റ്റ് കാരണം എന്താണ്? നെക്സ്റ്റ് കാരണം എന്തായിരിക്കും? എന്തിനാണ് നമ്മൾ കോടതി വഴി ഓരോ ആൾക്കാരെ നമ്മൾ പണിഷ് ചെയ്ത് ജയിലിൽ കൊണ്ടിടുന്നത്? ബാക്കിയുള്ളവർ ഇതുപോലത്തെ പരിപാടി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനെ വിളിക്കുന്ന സാധനമാണ് ഡിറ്ററൻസ്. ഡിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാരെ എന്താണ് അത് ചെയ്യുന്നതിൽ നിന്ന്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തടയാൻ. അപ്പം നമ്മൾ ഒരാൾക്ക് ഒരു പണിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ നാളെ എന്തെങ്കിലും കട്ടു, നിങ്ങൾക്ക് പണിഷ്മെൻറ്റ് കിട്ടി, നിങ്ങൾ ജയിലിലായി, നിങ്ങളുടെ ഫ്രണ്ടിന് അതറിയാം, അവനത് ചെയ്യുമോ? അവന് ബുദ്ധി ഉണ്ടാവും, അവൻ ചെയ്യില്ല. അതിനാണ് ഡിറ്ററൻസ് എന്ന് വിളിക്കുക. ബാക്കി ആൾക്കാരെ ആ ഒരു ആക്ട് ക്രൈമിൽ നിന്ന് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജയിലിൽ കൊണ്ടിടുന്നത്, അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പം പക്ഷേ ഈ ഒരു ഏറ്റവും മേജർ ആയിട്ടുള്ള കാര്യം എന്താണ്? റിഫോം ചെയ്യാൻ വേണ്ടി, അവരെ നന്നാക്കി തിരിച്ച് സൊസൈറ്റിയിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എക്സാക്ട്ലി അത് തന്നെയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ മിസ്റ്റേഴ്സും മിസ്സസും ചെയ്യുന്നത്. അതായത് വെറുതെ പണിഷ് ചെയ്ത് കോർട്ടിൽ കൊണ്ട് ഇടുകയല്ല, അവരെ നല്ലതാക്കി നന്നാക്കി തിരിച്ച് സൊസൈറ്റിയിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് ആര് ചെയ്യുന്നത്? മിസ്റ്റർ എസ് ആൻഡ് മിസ്സസ് എസ് ചെയ്യുന്നത്. ഓക്കെ. They were given training in useful handicraft which made them fit to take their places as worthy members of the society. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലികളൊക്കെ പഠിപ്പിച്ചിട്ടാണ് സൊസൈറ്റിയിലേക്ക് വിടുക. അങ്ങനെയാണെങ്കിൽ ആ സൊസൈറ്റിയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാലോ. It was a work of redemption that stirred the heart, and I asked what had directed his life into this channel. അപ്പോൾ റിഡംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോചനം. അപ്പോൾ ഈ കുട്ടികൾക്ക് എന്താണ്? ഒരു മോചനമാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, അതുവഴി ഈ ചെയ്യുന്ന ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് എസിനും എന്താണ് ഇതുവഴി ഒരു ഫീൽ ഓഫ് റിഡംഷൻ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഓഫ് സേവിങ് ഓർ ബീങ് സേവ്ഡ് ഫ്രം സിൻ. അപ്പോൾ ഇവർ സേവ് ചെയ്യുന്നവരോട് ഇവർക്കും എന്താണ് ആ ഒരു ഫീലിംഗ് കിട്ടും. അപ്പം ആ ഫീലിംഗ് കിട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് ഐ ആസ്റ്റ്, അത് ഏജ് ചോദിക്കുകയാണ് ആരോട്? ഈ മിസ്റ്റർ എസിനോട്. വാട്ട് ഹാഡ് ഡിറക്റ്റഡ് ഹിസ് ലൈഫ് ഇൻ ടു ദിസ് ചാനൽ? എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ചെയ്യാൻ തുടങ്ങി? എന്തായിരുന്നു അതിൻ്റെ ഒരു മെയിൻ റീസൺ? നമുക്ക് നോക്കാം. ദ ക്വസ്റ്റ്യൻ ഹാഡ് എ സ്ട്രേഞ്ച് എഫക്റ്റ് അപ്പോൺ ഹിം. അപ്പോൾ ഈ ചോദ്യം കേട്ടപ്പോഴത്തേക്കും എന്താണ് മിസ്റ്റർ എസിനെ ഇങ്ങനെ എന്തോയി, എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? ഹി ടുക്ക് എ ഷാർപ്പ് ബ്രെത്ത് ആൻഡ് എക്സ്ക്ലെയിം, യു സ്റ്റിൽ ഡു നോട്ട് റിമെമ്പർ മീ? അത്രയൊന്നുമില്ല, യു സ്റ്റിൽ ഡോണ്ട് റിമെമ്പർ മീ. അതായത് AJ ക്രോണൻ ചോദിക്കുകയാണ്, നിങ്ങളെന്താ ഇങ്ങനെ ഒരു ഇതിലേക്ക് തിരിഞ്ഞത്? അപ്പം മിസ്റ്റർ എസ് പറയാണ്, നിങ്ങൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ ആരാണെന്ന്? അപ്പം AJ ക്രോണൻ, ഐ ഷുക്ക് മൈ ഹെഡ്. AJ ക്രോണൻ പറഞ്ഞു, എനിക്കറിയില്ലേ താനാരത്ത്. ടു ദ ബെസ്റ്റ് ഓഫ് മൈ ബിലീവ് ഐ ഹാഡ് നെവർ ഇൻ മൈ ലൈഫ് സീൻ ഹിം ബിഫോർ. AJ ക്രോണൻ വിചാരിച്ചു, ഞാൻ ഇയാളെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ, പിന്നെ ഇങ്ങനെ എനിക്കറിയാം എന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി നിങ്ങൾ പറ മക്കളെ, ചാപ്റ്റർ അറിയാത്തവർ പറ, ഇയാൾ ആരായിരിക്കും? ഫസ്റ്റ് ഓപ്ഷൻ AJ ക്രോണിൻ്റെ മകൻ. രണ്ടാമത്തെ സൺ. രണ്ടാമത്തെ ഓപ്ഷൻ AJ ക്രോണിൻ്റെ ബ്രദർ, ലോസ്റ്റ് ബ്രദർ, ചെറുപ്പത്തിൽ കാണാതെ പോയ ബ്രദർ. മൂന്നാമത്തെ ഓപ്ഷൻ ആരോ സ്ട്രേഞ്ചർ. ആരായിരിക്കും ഇദ്ദേഹം? മിസ് AJൻ്റെ ആരായിരിക്കും? പറ മക്കളെ. പണ്ട് നഷ്ടപ്പെട്ടു പോയ മകനാണോ? അവകാശം തേടി വന്ന മകനാണോ? അതായിരിക്കും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എവർ. ഓക്കെ, അല്ലെങ്കിൽ പണ്ട്
എപ്പോഴേലും വലിയ പ്രളയം വന്നപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് പോയ ബ്രദറായിരിക്കുമോ അല്ലെങ്കിൽ ആരോ ആയിരിക്കുമോ? ആരാണ് ഓപ്ഷൻ? ചാപ്റ്റർ അറിയുന്നവരൊക്കെ പറയുന്നു സർ ആരുമല്ല ഏതോ ഒരാളായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സർ ഇതൊരിക്കും, അല്ലല്ല ഒന്നല്ല കേട്ടോ, ട്വിസ്റ്റ് ഒന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ എന്താ സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാം, ആരാണ് ഇയാൾ നമുക്ക് മനസ്സിലാക്കാം. ഐ വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു ഫോർ മെനി ഇയേഴ്സ്. അപ്പോൾ മിസ്റ്റർ എസ് പറയാണ്, താങ്കൾ കുറേ കാലമായി താങ്കളുമായിട്ട് AJയുമായിട്ട് എനിക്ക് താങ്കളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഹി വെൻറ്റ് ഓൺ അണ്ടർ ഇൻക്രീസിങ് സ്ട്രെസ് ബട്ട് ഐ വാസ് നെവർ ഏബിൾ ടു ബ്രിങ് മൈ സെൽഫ് ടു ഡു സോ. എനിക്ക് ഒരിക്കലും അതിന് സാധിച്ചില്ല. ദെൻ ബെൻഡിങ് നിയർ ഹി സ്പോക്ക് എ ഫ്യൂ വേർഡ്സ് ടെൻസ്ലി ഇൻ മൈ ഇയർ. എന്നിട്ട് ഈ മിസ്റ്റർ എസ് എന്ത് ചെയ്തു? AJൻ്റെ ചെവിയിൽ എന്താണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് ദാറ്റ് സ്ലോലി ദ വെയിൽസ് പാർട്ടഡ്. വെയിൽ എന്ന് പറഞ്ഞാൽ മക്കൾ എന്താണ്? ഈ ഇതുപോലെ ഇടൂലേ ആ സാധനം, ഓക്കെ, അത് പാർട്ട് ചെയ്തു. ആരുടെയും അല്ല, അതായത് പാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു എക്സ്പ്രഷനാണ്. അതായത് കാര്യങ്ങളൊക്കെ തെളിഞ്ഞു. AJക്ക് അപ്പോഴാണ് ഇയാളെന്താ ചെവിയിലെന്തോ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ തെളിഞ്ഞത്. വെയിൽസ് പാർട്ടഡ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്രഷനാണ്, ഓക്കെ, ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. ഉദ്ദേശിക്കുന്നത് എന്താണ്? കാര്യങ്ങളൊക്കെ അപ്പോഴാണ് തെളിഞ്ഞത്. ഓക്കെ ശരി. മൈ തോട്ട്സ് സ്പെഡ് ബാക്ക് എ ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി. ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ, സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100, ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4, അതായത് ഓൾമോസ്റ്റ് 25 ഇയേഴ്സ്. മാത്സാണ്, മാത്സ്, ഓക്കെ. അപ്പോൾ 25 ഇയേഴ്സ് മുമ്പുള്ള കാര്യങ്ങൾ പെട്ടെന്ന് AJക്ക് ഓർമ്മ വന്നു. ആൻഡ് വിത്ത് എ സ്റ്റാർട്ട് ഐ റിമെമ്പർ ദി സോൾ ഒക്കേഷൻ വെൻ ഐ ഹാഡ് സീൻ ദിസ് മാൻ ബിഫോർ. ഓഹോ, അപ്പോൾ AJക്ക് എന്താണ്? രോമാഞ്ചം. എനിക്ക് മനസ്സിലായി ഇവനെ ഞാൻ എവിടുന്നാണ് കണ്ടത്. അത് നോക്കാം. ഇനിയാണ് ഫ്ലാഷ് ബാക്ക്. അപ്പോൾ ഏതാണ്ട് 25 വർഷം മുമ്പുള്ള ഫ്ലാഷ് ബാക്ക് ആണ്. ഐ വാസ് എ യങ് ഡോക്ടർ അറ്റ് ദ ടൈം ആൻഡ് ഹാഡ് ജസ്റ്റ് സെറ്റപ്പ് എ പ്രാക്ടീസ് ഇൻ വർക്കിംഗ് ക്ലാസ് ഡിസ്ട്രിക്ട് ഓഫ് ലണ്ടൻ. അപ്പോൾ ലണ്ടനിൽ AJ എന്താണ്? ഒരു ഡോക്ടറായിട്ട് ജസ്റ്റ് പ്രാക്ടീസ് തുടങ്ങിയിട്ടുള്ളൂ. ഓൺ എ ഫോഗി നവംബർ നൈറ്റ്, ഒരു ഫോഗി നവംബർ നൈറ്റ്, ടുവേർഡ്സ് 1 o'clock, രാത്രി 1 o'clock, I was awakened by a loud banging on the door. Banging on tap 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 tap. ആരോ ഡോർ അടിക്കുമായിരുന്നു. Hurriedly, പെട്ടെന്ന് I threw on some clothes. പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് and went downstairs. ഓടി ഡൗൺ താഴെ പോയി. It was a sergeant of police. ആരാണ് സാർജന്റ് എന്ന് പറഞ്ഞാൽ മക്കളെ? ഇൻസ്പെക്ടറിൻ്റെയും കോൺസ്റ്റബിളിൻ്റെയും ഇടയിൽ വരുന്ന ആൾ. ജോർജ് അല്ല, അതിലെ റാങ്കിലിടയിൽ. അപ്പോൾ ഇൻസ്പെക്ടർ ഇവിടെയാണ് ഇംഗ്ലണ്ടിലെങ്കിൽ UK കോൺസ്റ്റബിൾ ഇവിടെയാണ്, അതിൻ്റെ ഇടയിൽ വരുന്ന റാങ്കിൽ വരുന്ന ഒരാളാണ് സാർജന്റ് ഓഫ് പോലീസ്. സർജൻ്റ് അല്ല, സാർജന്റ് ഓഫ് പോലീസ് ഇൻ ഡ്രിപ്പിംഗ് ഹെൽമെറ്റ് ആൻഡ് കേപ്പ്. പണ്ടത്തെ ഒരു കോസ്റ്റ്യൂമാണ്, ഓക്കെ. കേപ്പ് എന്ന് പറഞ്ഞാൽ ഈ പുറകിലുള്ള ഈ സാധനമല്ലേ, ആ സാധനം സൂപ്പർമാൻ്റെ. മിസ്റ്റ്ലി ഔട്ട്ലൈൻ ഓൺ ദി ഡോർ സ്റ്റെപ്പ്. പെട്ടെന്ന് സാർജന്റ് വന്ന് എന്തോ ഒരു കാര്യം സംസാരിക്കാനുണ്ട്, എന്തോ പറയാനുണ്ട്. അല്ലെ രാത്രി 1 മണിക്ക് എന്താണ് എന്നാണ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തോ ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. എന്താണ് കാര്യം? A suicide case, he told me abruptly in the lodgings around the corner. I had better come at once. ഒരു സൂയിസൈഡ് കേസ് ഉണ്ട്, ആരോ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. ഡോക്ടർ താങ്കൾ വേഗം വരണം, ഓടാം, നമുക്ക് പോവാം, നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സാർജന്റ് വന്നത്. അപ്പം ആരോ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു, അല്ലെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് നമ്മുടെ സാർജന്റ് ഓടിപ്പോന്ന് നമ്മുടെ AJ ക്രോണിൻ്റെ അടുത്ത് വന്നത്. ഓക്കെ, we walked the short distance in silence, even our footsteps muffled by the fog, and turned into narrow entrance of an old building. ഭയങ്കര സൈലൻസിൽ ഇങ്ങനെ നടന്നു. അപ്പം ഈ കാലിൻ്റെ ചവിട്ടില്ലേ, ഫുട് സ്റ്റെപ്സ്, അതുവരെ എന്താണ് മഫിൾഡ് എന്ന് പറഞ്ഞാൽ നിശബ്ദമായി, അത്രയും സൈലൻസിലാണ് നടന്നത്. അപ്പോൾ ഒരു ഓൾഡ് ബിൽഡിങ്ങിലേക്ക് എത്തി. ആസ് വി മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ കയറുക. ദ ക്രീക്കിംഗ് സ്റ്റെയർ കേസ്. ക്രീക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? മേക്കിംഗ് എ ഹാർഷ് ഹൈ പിച്ച് സൗണ്ട്. ഇപ്പോൾ ചില പഴയ സ്റ്റെയർ കേസിൽ കൂടെ നടക്കുമ്പോൾ ഒക്കെ എന്നാണ് സൗണ്ടൊക്കെ ഉണ്ടാവില്ലേ? ഈ പ്രേത സിനിമയിലൊക്കെ ഡോർ തുറക്കുമ്പോൾ നിങ്ങൾ കേട്ടില്ലേ? എപ്പോഴും ഉണ്ടാവും. സാധാരണ ഡോറായിരിക്കും, വെറുതെ അങ്ങോട്ട് തുറന്നാൽ മതി. പക്ഷേ പ്രേത സിനിമയുടെ ഡോർ എപ്പോഴും എങ്ങനെ ഓർക്കുക? അല്ല, ഇങ്ങനെയല്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി. അതാണ് ക്രീക്കിംഗ്. ഓക്കെ, അപ്പോൾ ക്രീക്കിംഗ് സ്റ്റെയർ കേസിലൂടെ നടക്കുമ്പോൾ മൈ നോസ്ട്രിൽസ് വർ സ്റ്റങ് ബൈ ദ 6 സ്വീറ്റ് ഓർഡർ ഓഫ് ഇല്ലുമിനേറ്റിംഗ് ഗ്യാസ്. ഓൺ ദി അപ്പർ സ്റ്റോറി ദി അജിറ്റേറ്റഡ് ലാൻഡ് ലേഡി. അജിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭണം, ദേഷ്യം പിടിച്ചിട്ടില്ല. ലാൻഡ് ലേഡി, അവിടുത്തെ ലാൻഡ് ലോർഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു വീടുണ്ടെങ്കിൽ അതിൻ്റെ ഓണർ, അതിൽ ലാൻഡ് ലേഡി ഒരു ഫീമെയിൽ ആളായിരുന്നു. ലാൻഡ് ലേഡി ഷോഡ് us to a bare little attic. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കയിലും ഈ ഇംഗ്ലണ്ടിലൊക്കെ നമ്മുടെ വീടിൻ്റെ മുകളിലായിട്ട് ടെറസല്ല,
റൂഫിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു റൂം പോലെയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ വളരെ ചെറുതായിരിക്കും, ചിലപ്പോൾ അവിടെ കുറച്ച് വലുതായിരിക്കും. പക്ഷേ അത് സ്റ്റോറേജ് റൂം പോലെയാണ്, സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സ്റ്റോറേജ് റൂം നമ്മുടെ വീടുകളിൽ പൊതുവെ ഉണ്ടാവില്ല. ആറ്റിക്, അപ്പോൾ അവിടേക്ക് ആറ്റിക്കിലേക്ക് കാണിച്ചു. വെയർ സ്ട്രെച്ച്ഡ് ഓൺ എ നാരോ ബെഡ്, ഒരു നാരോ വളരെ ചെറിയൊരു ബെഡിൽ ലേ ദ ബോഡി ഓഫ് എ യങ് മാൻ, ഒരു ചെക്കൻ ഇങ്ങനെ കിടക്കുക. സൂയിസൈഡ് കേസ്, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി എന്താ സംഭവിച്ചെന്ന് നോക്കാം. ഓൾദോ അപ്പാരൻ്റ്ലി ലൈഫ്ലെസ്, ഫസ്റ്റ് നോട്ടത്തിൽ എന്താണ് ലൈഫ്ലെസ്, ജീവനില്ലാത്ത പോലെ തോന്നിയെങ്കിലും there remain the barest chance that the youth was not quite beyond recall. ചെറിയൊരു ചാൻസ് ഉണ്ടായിരുന്നു ഇവനെ തിരിച്ച് ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. With the sergeant's help, I began the work of resuscitation. Resuscitation എന്ന് പറഞ്ഞാൽ മക്കൾ എന്താണ്? ദ ആക്ഷൻ ഓർ പ്രോസസ് ഓഫ് റിവൈവിങ് സമ്മൺ ഫ്രം അൺകോൺഷ്യസ്നെസ് ഓർ അപ്പാരന്റ് ഡെത്ത്. അതായത് തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് എന്ത് ചെയ്തു? നമ്മുടെ ഏജന്റ് സ്റ്റാർട്ട് ചെയ്തു, ഡോക്ടർ ഏജന്റ് ചെയ്തു തുടങ്ങി. ഇവനെ എങ്ങനെയും തിരിച്ച് ജീവനിൽ കൊണ്ടുവരണം. ഫോർ an entire hour, ഒരു മണിക്കൂർ വി ലേബേർഡ് വിത്തൗട്ട് സക്സസ്. ഒരു മണിക്കൂർ ഞങ്ങൾ എന്ത് ചെയ്തു? കഷ്ടപ്പെട്ടു. ഡിസ്പൈറ്റ് അവർ മോസ്റ്റ് സ്ട്രെനുവസ് എക്സേർഷൻസ്. സ്ട്രെനുവസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഠിനമായ ഞങ്ങൾ കഷ്ടപ്പെടൽ. ഡിസ്പൈറ്റ്, അതുകൊണ്ടും കാര്യം ഉണ്ടായില്ല. ഇറ്റ് അപ്പിയേർഡ് യൂസ്ലെസ്, ഇവൻ്റെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. ദെൻ ആസ് വി വർ അബൌട്ട് ടു ഗിവ് അപ്പ്, ഇവരെന്താണ്? പറ്റുന്നില്ല, ഡോക്ടറിന് പറ്റുന്നില്ല, സർജൻ നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോണ്ട് പെട്ടെന്ന് നോക്കിക്കേ. Then as we were about to give up, completely exhausted, there broke from the patient a shallow convulsive gasp. Gasp എന്ന് പറഞ്ഞാൽ സഡൻ ലൗഡ് ഇൻടേക്ക് ഓഫ് ബ്രെത്ത് വിത്ത് വൺസ് മൗത്ത്. അതായത് ഇവരെന്താണ് ഗിവ് അപ്പ് ചെയ്ത് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പാക്കുന്നൊരു സൗണ്ട്. ജീവൻ ബാക്കി ഉണ്ടായിരുന്നു. Half an hour of redoubled efforts and we had the youth sitting up gazing at us dazedly. അടുത്ത അരമണിക്കൂറിൽ കഷ്ടപ്പെട്ടു ഡോക്ടറും നമ്മുടെ സർജനും കൂടെ. ചെക്കൻ എന്ത് ചെയ്തു? അരമണിക്കൂറിൽ പൊന്തി എണീറ്റു. അടിപൊളി. സ്ലോലി ഹി സീം ടു ബി റിയലൈസിങ് ദ ഹൊറർ ഓഫ് ദ സിറ്റുവേഷൻ. പെട്ടെന്നാണ് ആ ചെക്കൻ ആ ഹൊറർ മനസ്സിലായി. അയ്യോ, ഓക്കെ. ബൈ ദ വേ, ആരായിരിക്കും ഈ ചെക്കൻ? നിങ്ങൾക്ക് ഓൾറെഡി ഗസ് ചെയ്തിട്ടുണ്ടാവും. ആരായിരുന്നു? മിസ്റ്റർ എസ് ആയിരുന്നു. ആ മിസ്റ്റർ എസിനെ ആണ് പണ്ട് ഏജ് എക്കണോമിനെ രക്ഷപ്പെടുത്തിയത്. ക്ലൈമാക്സ് കഴിഞ്ഞു, പക്ഷേ ഇനിയും കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. ഓക്കെ. ആസ് ഹി റീഗെയിൻഡ് ഹിസ് സ്ട്രെങ്ത് ഹി ടോൾഡ് us a സ്റ്റോറി. അപ്പോൾ ചെക്കൻ എന്താണ് പറയാണ്, എന്തുകൊണ്ടാണ് അവൻ സൂയിസൈഡ് ചെയ്തത്? അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഹിസ് പാരൻസ് were dead. അവൻ്റെ പേരൻസ് മരിച്ചുപോയി. ആൻഡ് അങ്കിൾ ഹാഡ് ഫൗണ്ട് ഹിം എ പൊസിഷൻ ആസ് ക്ലർക്ക് ഇൻ എ ലണ്ടൻ സോളിസിറ്റേഴ്സ് ഓഫീസ്. അപ്പോൾ ലണ്ടനിൽ സോളിസിറ്റർ എന്ന് പറഞ്ഞ ലോയർ, ആ ലോയറിൻ്റെ ഓഫീസിൽ ഒരു ക്ലർക്കായിട്ട് അങ്കിൾ ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് ബിൻ ഇൻ ദ സിറ്റി ഓൺലി 6 months. ജസ്റ്റ് 6 മാസമായിട്ടില്ല ലണ്ടനിൽ വന്നിട്ട്. Utterly friendless, he had fallen victim to the loose society of the streets, had made bad companions, and like a young fool eager to taste pleasure far beyond his means, had begun to bet on horses. അപ്പം ഇവന് ചെക്കന് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ബാഡ് കമ്പാനിയൻ എന്ന് പറഞ്ഞാൽ ബാഡ് കമ്പനി, ബാഡ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യാൻ തുടങ്ങി? ബെറ്റ് ഓൺ ഹോഴ്സസ്, ഹോഴ്സ് ബെറ്റിംഗ് തുടങ്ങി, ഗാംബ്ലിംഗ് തുടങ്ങി. കുതിര ഹോഴ്സ് റേസില്ലേ മക്കളെ? ഹോഴ്സ് റേസിൽ അതിൽ ആര് ജയിക്കുന്നൊക്കെ പ്രൊഡിക്റ്റ് ചെയ്തിട്ട് പൈസ ഒക്കെ ഗാമ്പിൾ ചെയ്യുമല്ലോ. ഇപ്പോൾ ക്രിക്കറ്റിലൊക്കെ ഗാമ്പിൾ ഇല്ലേ, ആര് ജയിച്ചാൽ ഗാമ്പിൾ ഇല്ല. അതുപോലെ ഇവൻ എന്ത് ചെയ്തു? ഹോഴ്സ് റേസിൽ ബെറ്റ് ചെയ്യാൻ തുടങ്ങി, ഹോഴ്സ് ബെറ്റിംഗ് തുടങ്ങി. സൂൺ ഹി ഹാഡ് ലോസ്റ്റ് ഓൾ ഹിസ് സ്മോൾ സേവിങ്സ്. മെല്ലെ എന്ത് ചെയ്തു? അവൻ്റെ എല്ലാ സേവിങ്സും അവൻ നഷ്ടപ്പെട്ടു. ഹാഡ് പ്ലെഡ്ജ്ഡ് ഹിസ് ബിലോങ്ങിങ്സ് ആൻഡ് ഓഡ് ദി ബുക്ക് മേക്കർ എ ഡിസാസ്ട്രസ് എമൗണ്ട്. ഹാസ് പ്ലെഡ്ജ്ഡ് എന്ന് പറഞ്ഞാൽ മക്കളെ, പ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ പണയം വെക്കുക. അപ്പം അവൻ്റെ എല്ലാ സാധനങ്ങളും, ബിലോങ്ങിങ്സ് എന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്തു? പണയം വെച്ചു, അല്ലെ വിറ്റു. എങ്ങനെ വേണേൽ നമുക്ക് എടുക്കാം. ഇതിൻ്റെ സാധനങ്ങളൊക്കെ വിറ്റു. ആൻഡ് ഓഡ് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുണ്ടായിരുന്നു. ആർക്ക്? ദ ബുക്ക് മേക്കർ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹൂസ് ജോബ് ഇസ് ടു ടേക്ക് ബെറ്റ്സ്. അപ്പോൾ ഈ ഹോഴ്സ് ബെറ്റിങ്ങിൽ ഈ ബെറ്റ്സ് ഒക്കെ മാനേജ് ചെയ്യുന്ന ഒരാളുണ്ടാവില്ലേ, അയാൾക്ക് ചെയ്തു. അതായത് കുറേ പൈസ കൊടുക്കാനുണ്ടായിരുന്നു, കടമായിട്ട് കുറേ കൊടുക്കാനുണ്ടായിരുന്നു. ബുക്ക് മേക്കർ എ ഡിസാസ്ട്രസ് എമൗണ്ട്, കുറേ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ഇൻ എൻ എഫേർട്ട് റീകൂപ്പ് എന്ന് പറഞ്ഞാൽ റീഗെയിൻ, തിരിച്ചു പിടിക്കാൻ. അപ്പോൾ തിരിച്ചു പിടിക്കുന്ന ഒരു എഫേർട്ടിൽ he had taken a sum of money from the office safe for a final gamble. അതായത് ഈ ലോയറിൻ്റെ, സോളിസിറ്ററിൻ്റെ ഓഫീസിലായിരുന്നല്ലോ വർക്ക് ചെയ്ത്. ആ ഓഫീസിൽ ഒരു സേഫിൽ നിന്ന്, ഒരു ലോക്കറിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു അവസാനത്തെ ഗാമ്പിളിന് വേണ്ടി, എല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗാമ്പിൾ കളിക്കാൻ വേണ്ടിയിട്ട് പൈസ എന്ത് ചെയ്തു? ഓഫീസിൽ നിന്ന് അടിച്ചു മാറ്റി. ഹി വാസ് certain to win. അവൻ ഉറപ്പായിരുന്നു ജയിക്കുന്നത്. പക്ഷേ
ബട്ട് ദിസ് ലാസ്റ്റ് റിസോർട്ട് ഹാഡ് ഫെയിൽ. പക്ഷേ ആ പൈസയും പോയി. ടെറിഫൈഡ് ഓഫ് ദി പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ നടപടി, കോർട്ടിൽ നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്താൽ നമ്മുടെ കോടതിയിൽ നടപടി ഉണ്ടാവുമല്ലോ, അതിനാണ് പ്രോസിക്യൂഷൻ വിളിക്കുക. ടെറിഫൈഡ് ഓഫ് ദി പ്രോസിക്യൂഷനെ പേടിച്ച് ദാറ്റ് മസ്റ്റ് ഫോളോ, സിക്ക് അറ്റ് ഹാർട്ട്, സങ്ക് ഇൻ ഡിസ്പെയർ, സങ്കടത്തോടെ he had shut himself in his room and turned on the gas. റൂമിൽ പൂട്ടി ഗ്യാസ് ഓണാക്കി സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി. മനസ്സിലായല്ലോ? അപ്പോൾ എന്തിനാണ് ചെയ്യുന്നത്? ഗാംബിളിങ് തുടങ്ങി, ഉള്ള പൈസ പോയി, ഉള്ള സാധനങ്ങളും പോയി. ആ ബുക്ക് മേക്കർ ഗാംബിളിങ് ചെയ്യുന്ന അയാളുടെ അടുത്ത് കുറേ പൈസ കൊടുക്കാണ്ടായിരുന്നു, അതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സ്വയം വർക്ക് ചെയ്ത് ഓഫീസിലെ സേഫിൽ നിന്ന്, ലോക്കറിൽ നിന്ന് പൈസ അടിച്ചു മാറ്റി, അതും കൊണ്ട് ഗാംബിൾ ചെയ്തു, അതും പോയി. ഇതൊക്കെ എങ്ങനെ തിരിച്ചു കൊടുക്കുന്നു പേടിച്ച്, മാത്രമല്ല കോടതിയിൽ പോകണം, ജയിലിൽ പോകണം എന്ന് പേടിച്ച്, പ്രോസിക്യൂഷൻ പേടിച്ച് ഡിസൈഡഡ് ടു എൻഡ് ഹിസ് ലൈഫ്. ഓക്കെ, അപ്പോൾ അതാണ് കഥ. ഓക്കെ, a long bar of silence throbbed in the little attic when he concluded this halting confession. എല്ലാവരും സൈലൻ്റ് ആയി. ലാൻഡ് ലേഡി, സാർജൻറ്റ്, നമ്മുടെ AJ, സൈലൻസ്. Then gruffly, harsh voice-ൽ the sergeant asked how much he had stolen. എത്ര പൈസയാടാ നീ മേടിച്ചു മാറ്റിയത്? 7 pounds and 10 shillings. വലിയ പൈസയൊന്നുമില്ല. 7 pounds എന്ന് പറഞ്ഞാൽ ഇപ്പം എത്ര വരും മക്കളെ? ഏതാണ്ട് 100 രൂപയാണെന്ന് വിചാരിക്കാം. ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100 രൂപയാണെന്ന് വിചാരിക്കാം, കറക്റ്റൊക്കെ അറിയില്ല. അപ്പോൾ ഏതാണ്ട് 700 രൂപ വരും. പക്ഷേ 700-ന് താഴെ വരുള്ളൂ. അപ്പോൾ ഒരു 600 രൂപയൊക്കെ വരും. ഓക്കെ, അന്നത്തെ കാലത്ത് അത് കുറച്ചുകൂടി വാല്യൂ ഉള്ളതായിരിക്കും, പക്ഷേ ഭയങ്കര പൈസയൊന്നും അല്ല ബേസിക്കലി. 7 pounds and 10 shillings. ദി ആൻസർ സൗണ്ട് പിറ്റിഫുൾ എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമായിട്ട്, പിറ്റി തോന്നി. ഫോർ ദിസ് പാൽട്രി എന്ന് പറഞ്ഞാൽ നിസാരമായ സം ഹി ഹാഡ് ഓൾമോസ്റ്റ് ത്രോൺ അവേ ഹിസ് ലൈഫ്. അപ്പോൾ ഈ ചെറിയ നിസാരമായിട്ടുള്ള പൈസ, അപ്പോൾ അവരും നിസാരമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നീ ഒരു നിസാരമായിട്ടുള്ള പൈസയ്ക്ക് ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരായിട്ട് ആർക്ക് തോന്നി? അവർക്ക് എല്ലാവർക്കും തോന്നി. ഓക്കെ, there was a pause. The three of us, the sergeant, the landlady and me, as sole witnesses of the near tragedy, had the same unspoken thoughts in our minds. അപ്പം AJ പറയാണ്, ഞങ്ങൾക്ക് 3 പേർക്കും, ലാൻഡ് ലേഡിക്കും സാജനും എനിക്കും എന്തായിരുന്നു? ഒരേ തോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരിക്കും ആ തോട്ട്? വി ഡിസൈഡഡ് ടു ഗിവ് ദ യങ് മാൻ എ ഫ്രഷ് സ്റ്റാർട്ട്. ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാതെ, കാരണം കുറ്റം ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ ഏൽപ്പിക്കാതെ അവനൊരു രണ്ടാമതൊരു ചാൻസ് എന്ത് ചെയ്തു? കൊടുക്കാൻ വേണ്ടിയെന്നാണ് നമ്മുടെ AJയും ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു. ദ സാർജന്റ് അറ്റ് കൺസിഡറബിൾ റിസ്ക് ടു ഹിസ് ജോബ്, നല്ല റിസ്ക് എടുത്ത് സാർജന്റ് ചെയ്തു, റിസോൾവ് ടു മേക്ക് നോ റിപ്പോർട്ട് അപ്പോൺ ദി കേസ് സോ ദാറ്റ് നോ കോർട്ട് പ്രൊസീഡിങ്സ് വുഡ് റിസൾട്ട്. അപ്പോൾ സാർജന്റ് തീരുമാനിച്ചു, പേടിക്കണ്ട, എനിക്ക് റിസ്ക് ഒക്കെ ഉണ്ട്, എങ്കിലും എന്താണ്, ഞാൻ നിന്നെ പോലീസിൽ കൊടുക്കുന്നില്ല, അല്ലെ കോടതിയിൽ ഞാൻ നിന്നെ കയറ്റുന്നില്ല, നീ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. ദ ലാൻഡ് ലേഡി എന്ത് ഹെൽപ്പ് ചെയ്തു? എങ്ങനെ ഹെൽപ്പ് ചെയ്തത്? ദ ലാൻഡ് ലേഡി ഓഫേർഡ് എ മന്ത്സ് ഫ്രീ ബോർഡ് അണ്ടിൽ ഹി ഷുഡ് ഗെറ്റ് അപ്പോൺ എസ് ഫീറ്റ്. അതായത് ലാൻഡ് ലേഡി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തു, ഒരു മാസം എന്ത് ചെയ്യുക, നീ ഫ്രീ ആയിട്ട് ഇവിടെ നിന്നോ, നീ തിരിച്ച് ഓക്കെ ആയിട്ട് നിനക്ക് ജോലിയൊക്കെ കിട്ടുന്നവരെ നീ എന്ത് ചെയ്തു, ഫ്രീ ആയിട്ട് നിന്നോ, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. വൈൽ ഐ മേക്കിംഗ് പെർഹാപ്സ് ദ ലീസ്റ്റ് കോൺട്രിബ്യൂഷൻ. AJ എന്താണ് ചെയ്തതെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ AJ പറയുന്നത് AJ ഏറ്റവും ലീസ്റ്റ് കോൺട്രിബ്യൂഷൻ ആണ് ചെയ്തത്. എന്താണ് കോൺട്രിബ്യൂഷൻ? കെയിം ഫോർവേഡ് വിത്ത് 7 pounds 10 shillings ഫോർ ഹിം ടു പുട്ട് ബാക്ക് ഇൻ ദ ഓഫീസ് സേഫ്. അപ്പോൾ AJ പറയുകയാണ്, ഞാനിതിൽ ഏറ്റവും, ഇവരൊക്കെയാണ് വലിയ കാര്യങ്ങൾ ചെയ്തത്, ഞാനതിൽ ഏറ്റവും ചെറിയ കാര്യം ചെയ്ത് എന്താ ചെയ്തത്? അവൻ അടിച്ചു മാറ്റിയ പൈസ ഇല്ല, 7 pounds 10 shillings, അത് ഞാൻ അവന് കൊടുത്തു. ഞാൻ അവനോട് പറഞ്ഞു, നീ പോയിട്ട് നിന്റെ ആ ലോക്കറിൽ തിരിച്ചു വെക്കാൻ പറഞ്ഞു. അപ്പോൾ AJ ക്രോണിൻ പറയുന്നത്, ഞാൻ അത്ര വലിയ കാര്യമൊന്നുമല്ല ചെയ്ത്, ആകെ എന്താണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളൂ, ഈ 7 pounds 10 shillings കൊടുത്തു എന്നാണ് AJ ക്രോണിൻ പറയുന്നത്. ഓക്കെ, ആർക്കാണ് ഈ കൊടുക്കുന്നത്? നമ്മുടെ മിസ്റ്റർ എസ് ആണ്, പിന്നീട് പിൽക്കാലത്തെ മിസ്റ്റർ എസ് എന്നറിയപ്പെട്ട ചെക്കനാണ് ഇത്. ഓക്കെ, ദ ഷിപ്പ് മൂവ്ഡ് ഓൺ ത്രൂ ദ സ്റ്റിൽ ഡാർക്ക്നെസ് ഓഫ് ദ നൈറ്റ്. അപ്പോൾ വീണ്ടും നമ്മുടെ ഷിപ്പിലേക്ക് എത്തി. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു, കഥ കഴിഞ്ഞു, ഷിപ്പിലേക്ക് എത്തി. ദർ വാസ് നോ നീഡ് ഓഫ് സ്പീച്ച്. വിത്ത് എ ടെൻഡർ ജെസ്ചർ മിസ്സസ് എസ് ഹാഡ് ടേക്കൺ ഹർ ഹസ്ബൻഡ്സ് ഹാൻഡ്. And as we sat in silence, I could not but reflect that it was the best investment I had made in my life. അപ്പോൾ ഒരു സൈലൻസ് ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ AJ ക്രോണിങ് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. റിഫ്ലക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്വയം ചിന്തിക്കുക. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ ലൈഫിലുണ്ടാക്കിയ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് AJ ക്രോണിങ് സ്വയം പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും പറഞ്ഞത്? നമുക്ക് ആലോചിക്കാം. ഇറ്റ് ഹാഡ് പെയ്ഡ് മീ നോ ഡിവിഡൻസ്. ഡിവിഡൻസ് എന്ന് പറഞ്ഞാൽ പൈസ അല്ല, പ്രോഫിറ്റ് ഇൻ വേൾഡ്ലി ഗുഡ്സ്. ശരിയല്ലേ? ഇപ്പം AJ ക്രോണിന് ആ 7 pounds 10 shillings അന്ന് കൊടുത്തുകൊണ്ട് AJ ക്രോണിന് 700 pounds 10 shillings തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? ഇല്ല. വേൾഡ്ലി ഗുഡ്സോ അങ്ങനെ പൈസ ഒന്നും തിരിച്ചു കിട്ടിയില്ല. പക്ഷേ
ഹാഡ് ടേൺഡ് ഔട്ട് ടു ബി ഇമ്മെൻസ്ലി പ്രോഫിറ്റബിൾ. എങ്കിൽ പോലും ഇത് വളരെ പ്രോഫിറ്റബിൾ ആയിരുന്നു. പറയാൻ കാരണം എന്താണ്? നിങ്ങൾ പറ, എന്തുകൊണ്ടാണ് എ ജെ ക്രോൺ ഇങ്ങനെ പറയുന്നത്? കാര്യം കാര്യം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പൈസ നഷ്ടമുള്ളൂ. അന്ന് പണിയെടുത്ത് ആ ചെക്കൻ എന്താണ് തിരിച്ച് ജീവനൊക്കെ കൊണ്ടുവന്നു, അതിന് പൈസ കിട്ടില്ല. മാത്രമല്ല സ്വയം കയ്യിന്നെടുത്ത് 7 പൗണ്ടും 10 ഷില്ലിങ്സും പോയി. അപ്പം പ്രോഫിറ്റ് എത്രയാണ്? നെറ്റ് പ്രോഫിറ്റ് നെഗറ്റീവാണ്, -710 ആണ്, 7 പൗണ്ട് 10 ഷില്ലിങ്സ് ആണ്. എങ്കിലും ഇദ്ദേഹം പറയുന്നത് ഇതൊരു പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു എന്ന് പറയുന്നു. കാരണം എന്താണ്? കാര്യം പൈസയിലൊന്നും കിട്ടിയില്ല, മണിയിൽ തിരിച്ചൊന്നും കിട്ടിയില്ല, ₹0 ആണ് കിട്ടിയത്. പക്ഷേ ഹാപ്പിനെസ്, ഇതറിഞ്ഞപ്പോൾ ഉള്ള ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ, എല്ലാം പൈസ ഇല്ല, പൈസയുടെ അളവിൽ അളക്കാൻ പറ്റില്ല. ഇതൊക്കെ എന്താണ് ഇദ്ദേഹത്തിന് കിട്ടി. ഇത് അതുകൊണ്ടാണ്, അപ്പോൾ ഈ രീതിയിലാണ് പ്രോഫിറ്റബിൾ ആയത്. അതുകൊണ്ടാണ് അന്നുണ്ടാക്കിയ ഈ 7 പൗണ്ട് 10 ഷില്ലിങ്സ് ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് ഇദ്ദേഹം പറയുന്നുണ്ട്, ഇറ്റ് സ്റ്റുഡ് ഔട്ട് അഗെയിൻസ്റ്റ് ഓൾ ദി ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഐ ഹാഡ് മെയ്ഡ് ത്രൂ ഔട്ട് ദി ഇയേഴ്സ്, ദോസ് ഫൂളിഷ് സ്പെക്കുലേഷൻസ് ഫോർ മെറ്റീരിയൽ ഗെയിൻ. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ മെറ്റീരിയൽ ഗെയിൻ. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സാധാരണ എങ്ങനെ ചെയ്യുക? ബാങ്കിലോ അല്ലെങ്കിൽ ഗോൾഡിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യില്ലേ? അപ്പോൾ അതിനേക്കാളും എത്രയോ വലുതായിരുന്നു. അപ്പോൾ കാരണം ആ മെറ്റീരിയൽ ഗെയിൻസ് പ്രൊഡ്യൂസിങ് ഓൺലി ആങ്സൈറ്റി, ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് ഫ്രസ്ട്രേഷൻ. അപ്പോൾ ആ മെറ്റീരിയൽ ഗെയിംസൊക്കെ ഇദ്ദേഹത്തിന് എന്താണ്, സന്തോഷമൊന്നും ഒരിക്കലും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ കാര്യമായിട്ട് കൊടുത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ആൻസൈറ്റിയും പേടിയും, അല്ലെ നമ്മൾ ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ ഗോൾഡിന് പൈസ കുറയോ കൂടുമോ എന്നുള്ള പേടിയും ഡിസപ്പോയിൻമെൻറ്റ്, അത് കുറയുമ്പോൾ ഡിസപ്പോയിൻമെൻറ്റും ദേഷ്യവും ഫ്രസ്ട്രേഷനൊക്കെ തന്നിട്ടുള്ളൂ. ആ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എന്താണ്, ഒരിക്കലും സന്തോഷം തന്നിട്ടില്ല. പൈസ തന്നിട്ടുണ്ടാവും, പക്ഷെ സന്തോഷം തന്നിട്ടില്ല. എന്നാൽ അന്ന് കൊടുത്ത ഈ 7 പൗണ്ട് 10 ഷില്ലിങ്സും അതുപോലെ തന്നെ അന്ന് കൊടുത്ത ആ ഹെൽപ്പും ഇന്ന് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അദ്ദേഹത്തിന് ശരിക്കും ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും തന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് വാസ് ഹിസ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതോടെ ചാപ്റ്റർ അവസാനിക്കുകയാണ് മക്കളെ. ഇതാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഡെപ്തിൽ ഞാൻ കാര്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചാപ്റ്റർ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. മക്കളെ, ഈ ചാപ്റ്റർ മനസ്സിലാക്കുക മാത്രമല്ല, ഈ ചാപ്റ്ററിന് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഡിസ്കോഴ്സും വരും. തീർച്ചയായിട്ടും നമ്മൾ ഓരോ ക്ലാസ്സുകളിലായിട്ട് ഇനി അങ്ങോട്ട് ഡിസ്കോഴ്സൊക്കെ പഠിക്കുന്നതായിരിക്കും. നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, കമൻറ്റ് ബോക്സിൽ ലൈവ് ഇപ്പോൾ എൻഡ് ചെയ്യുന്ന നിമിഷം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എല്ലാവരും പറയേണ്ട ഒരു കാര്യം, നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഇംഗ്ലീഷിൽ നിന്ന് വേണ്ടത്. ഒന്നെങ്കിൽ അടുത്ത ചാപ്റ്റർ ആവാം, അല്ലെങ്കിൽ അടുത്ത പോയം ആവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ഡിസ്കോഴ്സോ അല്ലെങ്കിൽ ഗ്രാമറോ വേണമെന്ന് പറയാം. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഞങ്ങൾ തരാൻ റെഡിയാണ്. അതിലൊരു മടിയുമില്ല. ഗ്രാമറിൽ ഏത് പോർഷനാണ് വേണ്ടതെന്നൊക്കെ പറയാം, ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ അതിനനുസരിച്ചായിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ് ടോപ്പിക്ക് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിന്ന് അടുത്ത വേണ്ടത്. മറക്കരുത്, നാളെ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ചാപ്റ്റർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം അതുല്യ മിസ് വരുന്നതായിരിക്കും. ഏറ്റവും മനോഹരമായിട്ട് വളരെ സിമ്പിളായിട്ട് ആ ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും നല്ല നല്ല കോഡുകളൊക്കെ വെച്ചിട്ട്, അല്ലെ, ട്രിക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി നല്ല സൂപ്പർ കോഡുകളൊക്കെ വെച്ചിട്ട് മിസ് പറഞ്ഞു തരുന്നതായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് സൂപ്പർ കോഡുകളൊക്കെ പറഞ്ഞു തന്നതായിരിക്കും എനിക്കറിയാം. അപ്പോൾ അടിപൊളിയായിട്ട് നാളത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഒരു കാരണവശാലും നാളത്തെ ലൈവ് നിങ്ങൾ ആരും മിസ് ചെയ്യരുത് മാത്രമല്ല എല്ലാ ഫ്രണ്ട്സിനെയും നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, കൂട്ടിക്കൊണ്ടുവരണം. ഓക്കെ, റെഡി? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഉണ്ടാക്കുന്ന ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നറിയോ? ഓരോ ദിവസവും കൃത്യം 7:30 മുതൽ 8:30 വരെ ഈ ലൈവിൽ വന്നിരുന്ന് പങ്കെടുക്കാൻ ഇരിക്കുന്ന കാര്യമായിരിക്കും നിങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോളൂ മക്കളെ, നിങ്ങൾ SSLC എത്തി, 10ാം ക്ലാസ്സിലെത്തി. നിങ്ങൾ ചെറിയ കുട്ടികളല്ല, 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സിലോ ഒന്നല്ല, വലിയ ആൾക്കാരായി. ഇനി അടുത്ത +1ഉം +2ഉം പിന്നെ കോളേജാണ്. നിങ്ങൾ ഇനി അടുത്ത നിങ്ങളുടെ വലിയ ലൈഫിൽ ടേണിംഗ് പോയിന്റ് കോളേജ് ആയിരിക്കും. ആ കോളേജിൽ നിന്നാണ് നിങ്ങൾ വലിയ ജോലികളിലേക്കും വലിയ പൊസിഷനിലേക്ക് എത്താൻ പോകുന്നത്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ SSLCയിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ, കോളേജിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും എന്ന് വിചാരിക്കരുത്. നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ കാര്യമാണ് മക്കളെ, നിങ്ങൾ ഇപ്പോൾ മുതലേ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലോണം പഠിക്കാനും മാത്രമല്ല, നിങ്ങൾ ഓരോ പ്രാവശ്യം 7:30 വന്നിരിക്കുമ്പോൾ നിങ്ങളെന്താണ് ചാപ്റ്റർ പഠിക്കുകയും ഇംഗ്ലീഷും ഫിസിക്സും പഠിക്കുക മാത്രമല്ല, നിങ്ങൾ എന്താണ് പഠിക്കുന്നത്, ഡിസിപ്ലിനാണ്.
ഡിസിപ്ലിനാണ് മക്കളെ, കൺസിസ്റ്റൻസിയാണ്. ഓരോ ദിവസവും പഠിക്കുന്നത് എന്താണ്? നിങ്ങളുടെ കൺസിസ്റ്റൻസി. നിങ്ങൾ ഓരോ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ക്വാളിറ്റീസ് ആണ് മക്കളെ നിങ്ങൾ ഈ SSLC കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത് ബൈ അറ്റൻഡിങ് ദീസ് ക്ലാസ്സസ്. ഈ ക്വാളിറ്റീസ് ആയിരിക്കും നിങ്ങളെ കോളേജിൽ നിങ്ങളെ സക്സസ്ഫുൾ ആക്കാൻ പോകുന്നത്, നിങ്ങളുടെ ജോലിയിൽ ഏറ്റവും ബെസ്റ്റ് ജോലികളിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പോകുന്നത് ഈ ക്വാളിറ്റീസ് ആയിരിക്കും. ഈ ക്വാളിറ്റീസ് ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം ഈ ക്വാളിറ്റീസ് ആയിരിക്കും മക്കളെ നിങ്ങളെ നാളെ ഏറ്റവും വലിയ നിലയിൽ എത്തിക്കാൻ പോകുന്നത്. ഓക്കെ, തമാശ പറയല്ല, ഇതാണ് സംഭവം. നിങ്ങൾ ആരുടെ എടുത്ത് ചോദിക്കോ, നിങ്ങൾ ആരുടെ ലൈഫ് എടുത്ത് ചോദിക്കോ, എന്നെങ്കിലും അവരെന്ത് ചെയ്തിട്ടുണ്ടാകും? അവരെ കൊണ്ട് പറ്റുന്നതിലും കാളും അല്ലെ ഏറ്റവും മാക്സിമം രീതിയിൽ വളരെ സിൻസിയറിറ്റിയോടെ, വളരെ കൺസിസ്റ്റൻസിയോടെ, വളരെ ഡിസിപ്ലിനോടെ എപ്പോഴെങ്കിലുമൊക്കെ അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാത്തവരാരും എന്താണ് സക്സസ്ഫുൾ ആയിട്ടില്ല. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തവരൊക്കെ എന്താണ് ഏതെങ്കിലും രീതിയിൽ അവർ സക്സസ്ഫുൾ ആയിട്ടുണ്ടാവും. അതാണ് സത്യം, അതിലൊരു സംശയമില്ല. അപ്പം നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന സംഭവം തന്നെയായിരിക്കും മക്കളെ നിങ്ങളുണ്ടാക്കാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ഞാൻ വെറുതെ വാക്കുകളുടെ ഭംഗിക്ക് വേണ്ടിയോ അല്ലെ ചാപ്റ്ററിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കി പറയല്ല, സത്യം തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു ഊർജ്ജം നിങ്ങളൊന്നും എക്സ്ട്രാ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പാരോ ചോദിച്ചു സാർ മോട്ടിവേഷൻ തരുമോ? മക്കളെ, നിങ്ങൾക്ക് എന്തിനാ മോട്ടിവേഷൻ? എല്ലാ ദിവസവും 7:30 മുതൽ 8:30 വരെ ഇവിടെ ക്ലാസ്സിൻ്റെ അവസാനം വരെ ഇരിക്കുന്ന കുട്ടികൾക്കാണോ മോട്ടിവേഷൻ വേണ്ടത്? അല്ലെങ്കിൽ ക്ലാസ്സുകളിലൊക്കെ വരാതെ വെറുതെ ഇൻസ്റ്റാഗ്രാം മാത്രം നോക്കിയിരിക്കുന്നവർക്കാണോ മോട്ടിവേഷൻ വേണ്ടത്? നിങ്ങൾക്കല്ല, അവർക്കാണ് മോട്ടിവേഷൻ ഉണ്ടോ. അത് ഞാൻ സെപ്പറേറ്റ് കൊടുത്തോളാം. നിങ്ങൾക്ക് മോട്ടിവേഷൻ ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി മോട്ടിവേറ്റഡ് ആണ്. അതുകൊണ്ടാണ് വന്നിരുന്ന് ഇവിടെ ചോദിക്കുന്നത്, അല്ലെ വന്നിരുന്ന് ഇവിടെ ക്ലാസ് കേൾക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യം അങ്ങോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അത് തന്നെയായിരിക്കും നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും വലിയ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിലൊരു സംശയമില്ല. അത് പറഞ്ഞുകൊണ്ട് ലൈവ് എൻഡിയാണ്. പിന്നെ മറ്റൊരു കാര്യം, ലക്ഷ്യ ബാച്ചിനെ പറ്റിയിട്ട് ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സാമിനറിൻ്റെ ബാച്ചാണ് ലക്ഷ്യ ബാച്ച്. ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്താലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എത്ര വർഷം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പെട്ടെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടും, എല്ലാ സബ്ജക്റ്റിനും കിട്ടുന്നതായിരിക്കും, ലൈവ് ക്ലാസ്സും കിട്ടുന്നതായിരിക്കും, സ്റ്റഡി മെറ്റീരിയൽ കിട്ടുന്നതായിരിക്കും, റിവിഷനും കിട്ടുന്നതായിരിക്കും, എല്ലാ ചാപ്റ്ററിനെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് കിട്ടുന്നതായിരിക്കും. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടാൻ വേണ്ടി എന്തൊക്കെ വേണോ എല്ലാ കാര്യങ്ങളും ലക്ഷ്യ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കൾ ഇപ്പോൾ ഫീസ് വെറും 3000 rupees ഉള്ളൂ, ഇൻക്ലൂഡിങ് സ്റ്റഡി മെറ്റീരിയൽ. ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ജോയിൻ ചെയ്യാൻ ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടത്. ക്ലാസ് കഴിഞ്ഞിട്ട് വാട്സപ്പ് ചെയ്യുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. നാളെ മുതൽ ബാച്ചിലും പഠിച്ചു തുടങ്ങുക. യൂട്യൂബിലെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഫോളോ ചെയ്തുകൊണ്ടിരിക്കാം, ഒരു തെറ്റുമില്ല, വളരെ നല്ല കാര്യമാണ് റിവിഷന് വേണ്ടിയിട്ട്. പക്ഷേ ബാച്ചിലെ ക്ലാസ്സിൽ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാച്ചിലെ ക്ലാസ്സുകളും ഫോളോ ചെയ്ത് തുടങ്ങുക. നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ A+ ഉറപ്പാണ്, അതിലൊരു സംശയമില്ല. ഓക്കെ, ബൈ ആൻഡ് ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തത് ഇംഗ്ലീഷിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് വേണ്ടെന്നുള്ള ആരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ബൈ ടേക്ക് കെയർ. നമുക്ക് എന്ത് ചെയ്യാം, കാണാം. നാളത്തെ ക്ലാസ് മറക്കരുത്. പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ആണ് ചാപ്റ്റർ. അതുല്യ മിസ് ആയിരിക്കും വരാൻ പോകുന്നത്.